ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസനെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഭാഗ്യം ദൈവം ഒരുക്കിയല്ലോ. ഇന്നുവരെയും കർത്താവ് നിലനിർത്തിയിരിക്കുന്നു. തുടർന്നുള്ള സാക്ഷ്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പം അങ്ങയുടെ സാന്നിധ്യവും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രിയ കർത്തദാസനെ, ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപയും ശക്തിയും എല്ലാം കർത്താവ് പകർന്നു കൊടുത്താട്ട് കേൾക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി തീരുവാനിടയാക്കണേ. നിങ്ങളുടെ നാമത്തിന്റെ മഹിമയ്ക്കത് മുഖാന്തരമായി തീർന്നാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, ദേവദാസനെ നമ്മളോടൊപ്പം ഇവിടെ നാട് ജോയിൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ ദാസൻ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എൻ്റെ പേര് അനീഷ് ഹനീഫ. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് ഓതറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ദേവദാസന് നൽകി തിരികെയാണ്. ദേവദാസന് ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് അനീഷ് ഹനീഫ. എൻ്റെ ഭാര്യയുടെ പേര് റസിയ. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകന്റെ പേര് അഫ്സൽ, +2 പഠിക്കുന്നു. ഇളയ മകന്റെ പേര് ആദിൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ സീതത്തോട് എന്ന സ്ഥലത്ത് ഹനീഫയുടെയും ലൈലയുടെയും 2 മക്കളിൽ മൂത്ത മകനായി ജനിച്ചു വളർന്നു. ചെറുപ്പകാലം മുതലേ പിതാവിന്റെ ഭവനത്തിൽ നിന്നായിരുന്നു എൻ്റെ പഠനം ആരംഭിച്ചത്. മാതാവിന്റെ പിതാവ് മദ്യപാനിയും മദ്യം കഴിക്കുന്ന സമയത്ത് ശകലം ഗ്ലാസ്സിൽ ബാക്കി വെച്ചിട്ട് എന്നോട് പറയും, മോനെ ഇത് കുടിച്ചോ, വയറ്റിലെ അസുഖത്തിനൊക്കെ നല്ലതാ. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ അതെനിക്ക് വലിയ പ്രയാസമായിട്ട് തോന്നി. കാരണം വലിയവരാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവര്, മുതിർന്നവരാണ് മദ്യപിക്കുന്നവര്. അപ്പൊ അതെനിക്ക് തരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. എന്നാൽ തുടരെ ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെറുകെ പിതാവ് തരുന്ന മദ്യം ശകലിച്ച് ഞാൻ മേടിച്ച് കുടിക്കുവാൻ തുടങ്ങി. അങ്ങനെ 3-4 ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പിതാവ് മദ്യം തരുന്നത് പോരാ, അത് കുറവായെന്ന് തോന്നിയിട്ട് പിതാവ് അങ്ങോട്ട് മാറുന്ന സമയത്ത് അവിടെ കുപ്പിയിൽ ഇരിക്കുന്നത് ഞാൻ തനിയെ ഒഴിച്ചു കുടിക്കുവാൻ തുടങ്ങി. അതിനുശേഷം പിതാവ് വലിക്കുന്ന ബീഡി, തുറുപ്പ് ബീഡി അവിടുന്ന് എടുത്തുകൊണ്ട് പോയി തോട്ടത്തിലിരുന്ന് ആരും കാണാതെ ബീഡി വലിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചെറിയ തോതിൽ മദ്യപാനവും ബീഡി വലി ആരംഭിച്ചു. 5ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാതാവിന്റെയും പിതാവിന്റെയും കൂടെ സ്വന്തം സ്ഥലമായ സീതത്തോട്ടിലേക്ക് കടന്നു പോകുവാനും അവിടെ നിന്നുകൊണ്ട് 6ാം ക്ലാസ് മുതലുള്ള പഠനം തുടരുവാനും ഇടയായി. 6ാം ക്ലാസ് മുതൽ പഠിക്കുന്നതിൽ ഞാൻ വളരെ പുറകോട്ടായി. 5ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്നതാണ്. എന്നാൽ 6ാം ക്ലാസ് മുതൽ പഠനത്തിൽ ഉഴപ്പി തുടങ്ങി. അവിടെ കൂട്ടുകൂടി സിഗരറ്റ് വലിക്കുക, മദ്യം കഴിക്കുക, ഇങ്ങനെ ജീവിതത്തിൽ ലഹരിയുടെ ഉപയോഗം പഠനത്തിൽ നിന്നൊക്കെ വളരെ പുറമോട്ടാകുവാൻ ഇടയായി തീർന്നു. മദ്യം കഴിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങള് ഒരു കൂട്ടം ചെറുപ്പക്കാർ കഞ്ചാവ് എങ്ങനെ സംഘടിപ്പിക്കാം, 15 രൂപയാണ് അന്ന് ഒരു പൊതി കഞ്ചാവിന്. അങ്ങനെ പലരും കൂടി പൈസ സംഘടിപ്പിച്ച് ഒരു പൊതി കഞ്ചാവ് മേടിക്കും. അതിനുശേഷം ബീഡിയിൽ ഒരു കവർ ബീഡി മേടിച്ച് അതിലൊരു ബീഡി എടുത്ത് ഈ കഞ്ചാവ് കൂടെ അതിൽ തുറുത്ത് അങ്ങനെ കഞ്ചാവ് വലിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആയപ്പം കഞ്ചാവ് വലി തുടങ്ങി. അങ്ങനെ കഞ്ചാവും സിഗരറ്റും മദ്യവും ഒക്കെ മാറി മാറി ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രയാസത്തിലൂടെ ഞാൻ മുൻപോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. പഠനമൊക്കെ വളരെ പ്രയാസമായിരുന്നു. 7 തോറ്റു, 9 തോറ്റു, 10 തോറ്റു, +2 തോറ്റു. അങ്ങനെ മാതാപിതാക്കൾക്ക് എന്നിലുണ്ടായിരുന്ന സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. പിന്നെ അനിയനിലായി പ്രതീക്ഷ. കാരണം ഞാൻ പഠനത്തിലും
ജീവിതത്തിലും ഒക്കെ വളരെ മോശമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2005 എന്റെ വിവാഹം കഴിയുവാനിടയായി തീർന്നു. ചിറ്റാറിൽ നിന്നാണ് റസിയ ഇതിനു മുമ്പേ ടെസ്റ്റിമോണി ഇതിനകത്തൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2005 വിവാഹത്തിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നായിരുന്നു വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതീക്ഷ. എന്നാൽ അവരുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. അവർ പ്രതീക്ഷിച്ചതിനപ്പുറമായി എന്റെ ജീവിതത്തിൽ മദ്യപാനവും കഞ്ചാവും പുകവലിയും ഒക്കെ വീണ്ടും കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം ഞാൻ ജോലി ചെയ്ത് ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയും, അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വരുന്നത് ഇഷ്ടപ്പെടാതെ വന്നാൽ എന്തെങ്കിലും ഒന്ന് പറയും. ഞാൻ വീട്ടിലിരിക്കുന്ന കഴിക്കാൻ വെച്ചിരിക്കുന്ന ചോറും പാത്രവും കറിപ്പാത്രവും എല്ലാം വലിച്ച് അപ്പുറത്തേക്ക് എറിയും. ഗ്ലാസുകളെല്ലാം തച്ചുടയ്ക്കും, ക്ലോക്കെല്ലാം വലിച്ചെറിഞ്ഞുടയ്ക്കും. എന്തൊക്കെ ഉടച്ചു കളയാമോ അതെല്ലാം ഞാൻ തല്ലി ഉടച്ചു കളയും. കാരണം എനിക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതുപോലെ കോപമായിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത കോപം, വാക്കുകൾ വായിൽ നിന്ന് വീഴുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരം, അങ്ങനെ വല്ലാത്ത ദേഷ്യവും കോപവും ചീത്തവിളിയും, അങ്ങനെ വല്ലാത്തൊരു ദുഷിച്ച ജീവിതമായിരുന്നു എന്റേത്. കാരണം ജീവിതത്തിൽ എങ്ങും വളരെ പ്രയാസകരമായ, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ജീവിതം. കുടുംബത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എങ്ങനെ നോക്കിയാലും ഒരു സമാധാനവും ഇല്ല. അങ്ങനെയാണ് മദ്യപാനം വീണ്ടും ജീവിതത്തിൽ നിരന്തരമായി തുടരെ മദ്യപാനം കൂടിക്കൊണ്ടിരുന്നു. മദ്യപാനമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ, സമാധാനമില്ലാത്തത് നിമിത്തം, തമ്മിൽ ഭവനത്തിൽ ചേരാത്തത് നിമിത്തം മദ്യത്തിൽ ആശ്രയിക്കും, കഞ്ചാവിൽ ആശ്രയിക്കും. അങ്ങനെ രാവന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് മദ്യം കഴിച്ച് വീട്ടിൽ വന്നാൽ വീട്ടിൽ കലഹവും അടിയും ബഹളവും, ഒരു സമാധാനവുമില്ല. പിന്നെ ഏക ആശ്രയം മരണം മാത്രമാണ് ജീവിതത്തിൽ. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നായി. എങ്ങനെയെങ്കിലും മരിക്കണം, ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല. കാരണം കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യയും ഞങ്ങൾ തമ്മിൽ ചേരുന്നില്ല, അടിയും ബഹളവും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭാര്യയെ ഉപദ്രവിക്കും, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും. വല്ലാത്ത പ്രയാസം. എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, എവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് അറിയാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾക്കൊന്നും, അല്ലെ എന്റെ സ്വഭാവത്തിനൊന്നും അത് മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. ഇന്നിനി മദ്യപിക്കരുത്, ഇന്നിനിയും ദുഷിച്ച സ്വഭാവത്തിനൊന്നും പോകരുത് എന്നുള്ള ആ ഒരു ചിന്തയോടെയാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ വീണ്ടും ജോലിക്ക് കടന്നുപോയി വൈകിട്ട് ആയി കഴിയുമ്പോൾ, ബിവറേജിന്റെ പടിക്കൽ വരുമ്പോൾ, അവിടെ നിന്ന് ബസ് ഇറങ്ങി മദ്യക്കുപ്പികൾ മേടിച്ച് കൂട്ടുകാരുമായി ഷെയർ ചെയ്ത് കുടിച്ച് വീണ്ടും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് പ്രതീക്ഷയും ചിന്തകൾക്കും ഒക്കെ അപ്പുറമായി, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായി വീണ്ടും ഭവനത്തിൽ മദ്യപാനിയായി കടന്നു വരികയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 ഗൾഫിലേക്ക് പോകുവാൻ ഒരു വിസ ലഭിച്ചത്. ഇസ്ലാം പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയായി. കാരണം ഗൾഫിൽ പോകുമ്പോൾ മദ്യം ഇസ്ലാമിന് ഹറാമായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ മദ്യം കഴിക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും. കാരണം മദ്യം ഇസ്ലാമിക രാജ്യമായതുകൊണ്ട്, ഇസ്ലാം രാഷ്ട്രമായതുകൊണ്ട് അവിടെ മദ്യം വിൽക്കുന്നത് ഹറാമായിരിക്കും. അവിടെ വലിയ മദ്യത്തിനൊന്നും ഇതില്ലാത്തത് കൊണ്ട്, ഹോപ്പില്ലാത്തത് കൊണ്ട് അവിടെ ചെന്നാൽ അതിൽ നിന്ന് എനിക്കൊരു നിയന്ത്രണം ഉണ്ടാകും. കാരണം മദ്യം കിട്ടാത്തത് കൊണ്ട് ഞാൻ മദ്യം എനിക്ക് കഴിക്കാത്ത നിലവാരത്തിലാകും എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ 2010 മെയ് മാസം 18 ഞാൻ ഷാർജയിൽ ഫ്ലൈറ്റ് ഇറങ്ങി റാസൽ കൈമയിൽ ജോലി സ്ഥലത്തേക്ക് ചെന്ന് അവിടെ റൂമിലേക്ക് കയറുമ്പോൾ ഞാൻ കൊണ്ടുചെല്ലുന്ന ആഹാര പദാർത്ഥങ്ങളും കഴിച്ച് മദ്യപിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം കൂട്ടുകാർ വട്ടമിട്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോ ആരും നിയന്ത്രിക്കുവാനില്ല. ഭവനത്തിലായിരുന്നെങ്കിൽ ഭാര്യയെങ്കിലും ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇത്രയും കുടിച്ചിട്ട് വരുന്നത്. അവിടെ ആകുമ്പോൾ ഇനി ആരും ചോദിക്കാനില്ല, ആരും നിയന്ത്രിക്കുവാനുമില്ല, ആവശ്യം പോലെ കുടിക്കാം. അങ്ങനെ വീണ്ടും ഞാൻ മുഴുകുടിയനായി തീർന്നു. 2012 വൈഫിന് യൂട്രസ് സംബന്ധമായ ഒരു രോഗമുണ്ടായി. ഹോസ്പിറ്റൽ മുഴുവൻ കയറി ഇറങ്ങി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞതൊക്കെ ചെയ്തെടുത്തു. എന്തൊക്കെ കർമ്മമാർഗങ്ങൾ ചെയ്യാമോ, ആചാരങ്ങൾ, ഇസ്ലാമിക ആചാരങ്ങൾ ഏതൊക്കെ നിലവാരത്തിൽ ചെയ്യാമോ, ഏതൊക്കെ നേർച്ചകൾ കഴിക്കാമോ അതൊക്കെ കഴിച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ള ഹിന്ദു സഹോദരങ്ങൾ പറഞ്ഞതനുസരിച്ച്
അവരുടെ അമ്പലത്തിൽ പൂജകളും പരിഹാര മാർഗങ്ങളും ഒക്കെ ചെയ്തു നോക്കി ആ രോഗത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാൻ. എന്നാൽ അവിടെയെങ്ങും ഒരു വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ല. താൻ അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെ തന്നെ മുൻപോട്ട് കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ വീടിന്റെ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ ടിവിയിൽ കൂടെ ഒരു ടെസ്റ്റിമോണി കാണുവാൻ ഇടയായിട്ട് വന്നു. പെന്തക്കോസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഞാൻ വെറുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു, ഞാൻ വെറുത്തിരുന്ന ഒരു സമൂഹമായിരുന്നു പെന്തക്കോസ് എന്നുള്ളത്. കാരണം ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുക, തമ്പാറടിച്ച് പൊട്ടിക്കുക, ഒരു കൂട്ടം ആൾക്കാർ ആഭരണങ്ങൾ ഉപയോഗിക്കാതെ വെള്ളയും ഇട്ട് വലിയ സൗണ്ടിൽ പ്രാർത്ഥിക്കുകയും വലിയ ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുകയും എനിക്ക് അതിലെ പോകുമ്പോൾ നാണക്കേടൊക്കെ തോന്നി. ഇവർക്ക് തലയ്ക്ക് സുഖമില്ലാത്തവരായിരിക്കും, ഇവരുടെ ദൈവം പൊട്ടനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുന്നത് എന്നൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയുകയും അവിടെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഒരു പെന്തക്കോസ് ഭവനത്തിൽ ട്യൂഷനൊക്കെ പഠിക്കുവാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊരു പെന്തക്കോസ് അനുഭവത്തിലുള്ള വീട്ടിലാണ് ഞാൻ ട്യൂഷന് കടന്നു പോയിട്ടുള്ളത്. അവിടെ ആരും എന്നോട് സുവിശേഷം പറയുകയോ യേശു രക്ഷകനാണെന്നോ യേശു എന്റെയും പാപപരിഹാരത്തിനു വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചതെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ 2014 ഓഗസ്റ്റ് മാസം ഞാൻ നാട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് അടുത്തുള്ള ചേച്ചിയാണ് എന്നോട് ഒരിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ആയതുകൊണ്ടും എനിക്ക് അത് നിരസിക്കുവാൻ കഴിയാത്തതുകൊണ്ടും ചേച്ചിയിലൂടെ ഞാൻ കോട്ടയത്ത് ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് കടക്കുമ്പോൾ എനിക്ക് ബൈബിൾ വായിക്കുവാനോ ബൈബിളിലെ കാര്യങ്ങളോ വചനങ്ങളോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇതിനകത്തിരിക്കുന്നവരെന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അതിനകത്ത് കയറിയിരുന്നപ്പോൾ പലരും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു, പലരും കോളുകൾ വരുമ്പോൾ വെളിയിലോട്ട് മൊബൈലും കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു കാരണവശാലും ഇവിടെ ദൈവം ഉണ്ടാകുവാൻ ഒരു സാഹചര്യവും ഇല്ല. കാരണം ഇസ്ലാമികരായ ഞങ്ങൾ നമസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിൽ ചെന്നാൽ അല്ലെങ്കിൽ നിസ്കാര സ്ഥലത്ത് ചെന്നാൽ നിസ്കാരപ്പായിട്ട് കഴിഞ്ഞാൽ ഒരുവൻ വെടിവെച്ചാൽ പോലും പുറമോട്ട് തിരിഞ്ഞു നോക്കുകയോ ആരെങ്കിലും ശബ്ദിക്കുന്ന ആളിനെ നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം തോളോട് തോള് ചേർന്ന് നിസ്കരിക്കുവാൻ തുടങ്ങിയാൽ ആ നിസ്കാരപ്പായയിൽ നിന്ന് നിസ്കാരം തീർത്ത് എഴുന്നേൽക്കുന്ന സമയം വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാറില്ല. കാരണം അത്രയും ഭയത്തോടെയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ പലരും പല രീതിയിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ദൈവം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം പലരും പലതും കാണിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടുകൂടി പലരും അലംഭാവത്തോടുകൂടി ഇരിക്കുക. അങ്ങനെ ഞാൻ ഫ്രണ്ടിലോട്ട് ഒരു സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു കൂട്ടം ജനം മാത്രം ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് ദൈവദാസൻ ദൈവവചനം പറയുന്നത് കേട്ടുകൊണ്ട് കൈയടിക്കുകയും കരയുകയും അവർ മാത്രം ദൈവദാസൻ പറയുന്ന വചനങ്ങൾ കരമടിച്ച് ഏറ്റെടുത്ത് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ സന്നിധിയിൽ വളരെ ഏകാഗ്രതയോടെ വിശ്വസ്തയോടെ കുറെ പേരിരിക്കുക. പിന്നെയാണ് ദൈവവചനം വായിച്ചപ്പോഴാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവരോ ചുരുക്കം. ഓടുവാൻ അനേകരുണ്ട്, എന്നാൽ ബിരുദ പ്രാപിച്ച് അക്കരെ എത്തുന്നവർ ചുരുക്കം പേരാണ്. ഒരു സ്കൂൾ തലത്തിൽ 100 മീറ്റർ ഓട്ടത്തിന് 4 പേർ ഓടാനുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും മേടിക്കുവാൻ തേർഡും മേടിക്കുവാൻ, അല്ലെങ്കിൽ 10 പേർ ഓടാനുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും മേടിക്കുന്നവര് 3 പേരാണ്. ബാക്കിയുള്ള 7 പേരും പരാജയപ്പെട്ട് പിന്മാറി നിൽക്കുക. അപ്പോ ഓടുന്ന കൂട്ടത്തിൽ ആൾക്കൂട്ടം ഉണ്ടായിട്ട് കാര്യമില്ല, ആളിന്റെ വലുപ്പത്തിൽ കാര്യമില്ല. എനിക്ക് മനസ്സിലായി, ആള് കൂടിയത് കൊണ്ട് ജയം പ്രാപിക്കുന്നവരെല്ലാവരും കാണത്തില്ല, ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ മുമ്പോട്ട് നോക്കിയപ്പോൾ കുറച്ചു പേര് മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അങ്ങനെ അവിടെ അതൊക്കെ നോക്കി ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ നിന്നുകൊണ്ട് ആ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, ഇന്ന ലൈൻ ഷർട്ട് ഇട്ട മോനെ എഴുന്നേക്ക്, ആ കണ്ണാടി വെച്ച മോനെ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണാടി ഉപയോഗിക്കുമായിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കും. അങ്ങനെ കണ്ണാടി വെച്ച മോനെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കിയപ്പോ 100-150 പേര് അവിടെ ഇരിക്കുക. ഞാൻ വിചാരിച്ചു ഈ കണ്ണാടി വെച്ച ഇത്രയും പേര് ഇരിക്കുന്നതില് ആരെയാ ഇദ്ദേഹം വിളിച്ചത്?
ആരിലും എഴുന്നേക്കുന്നോന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന ലൈൻ ഷർട്ട് ഇട്ട ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എന്നെ തന്നെയാണോ വിളിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ തന്നെയാ, നിന്നെ തന്നെയാ വിളിക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്തോ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് 2 സ്റ്റെപ്പ് പുറമോട്ട് പോയി തറയിലോട്ട് മലന്നങ്ങ് വീഴുവാൻ ഇടയായി. അപ്പോൾ എനിക്ക് വല്ലാത്ത നാണക്കേടായി. കാരണം നന്നായി മദ്യപിച്ചിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ പോലും ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ വന്നിരുന്ന എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് നാണക്കേടായി. കാരണം 10-200 പേരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ മലന്ന് തറയിൽ വീഴുക എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത നാണക്കേടായി തോന്നി. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല. എന്റെ കാല് തറയിൽ ഉറയ്ക്കാത്തതുപോലെ എന്റെ ഭാരമെല്ലാം നഷ്ടപ്പെട്ട ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ദൈവദാസൻ എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങനെ 2 കൈ കുത്തി തറയെ കുത്തി 1-2 മിനിറ്റുകൾ അവിടെ ഇരുന്നതിന് ശേഷം ചെറിയ എഴുന്നേറ്റപ്പോൾ ആ ദൈവദാസൻ എന്നോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എന്റെ ശരീരത്തിൽ നിന്ന് ഒരു 100 കിലോ ഭാരം മാറി, ഞാൻ വളരെ ഫ്രീ ആയ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ 7 വർഷമായി നിന്റെ ഉദരത്തിൽ കെട്ടിവെച്ചിരുന്ന രോഗബന്ധനം കഴിഞ്ഞ് നീ രോഗസൗഖ്യമായെന്ന് പറഞ്ഞു. 7 വർഷമായി ഞാൻ ഹിരണ്യായുടെ പ്രോബ്ലമായി എന്തെങ്കിലും കുടിച്ചാൽ, എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് ഉടനെ ബാത്റൂമിൽ പോകുന്ന അസുഖമായിരുന്നു. ഒരു വെള്ളം എന്റെ വയറ്റിലോട്ട് ചെന്നാൽ, ഒരു ജ്യൂസ് ചെന്നാൽ, എന്തെങ്കിലും എന്റെ ഉദരത്തിൽ ചെന്നാൽ അന്നേരം എനിക്ക് ബാത്റൂമിൽ പോകണം. അങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയിൽ കൂടെയായിരുന്നു ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ദൈവദാസൻ അത് പറഞ്ഞപ്പോഴും ഞാൻ അതിൽ വിശ്വസിക്കാൻ ഇടയായില്ല. ഞാൻ ഒരു കാര്യം വിശ്വസിച്ചു, ഇവിടെ ഒരു ദൈവമുണ്ട്. കാരണം എന്റെ ഉദരത്തിൽ ഇന്ന ഒരു രോഗമുണ്ടെന്ന് തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി നിന്റെ ഉദരത്തിൽ 7 വർഷമായിട്ടുണ്ടായിരുന്ന രോഗബന്ധനം കഴിഞ്ഞെന്ന് പറയണമെങ്കിൽ, എന്റെ ഉദരത്തിൽ കിടക്കുന്ന രോഗം താൻ മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിയുവാനിടയായി. അങ്ങനെ ഞാൻ അന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുടുംബമായി തിരിച്ച് മടങ്ങിപ്പോന്നു ഭവനത്തിൽ വന്നു, ആഹാരമൊക്കെ കഴിച്ചു, ഒരു കുഴപ്പവുമില്ല. അപ്പൊ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, എല്ലാ അസുഖങ്ങളും മാറിയല്ലോ, അവിടെ പോയത് കൊണ്ട് സൗഖ്യമായല്ലോ. ഞാൻ പറഞ്ഞു, ഇനി ഗൾഫിൽ പോകട്ടെ, അവിടെ ചെന്ന് കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2014 അവസാനം വീണ്ടും ഗൾഫിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഞാൻ ആഹാരം കഴിച്ചു, യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം 2014 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ആ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു പൂർണ്ണമായ രോഗസൗഖ്യം എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഏത് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നുവോ ആ പ്രയാസത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കകത്തും മറുപടി തരുവാൻ കർത്താവായ യേശുക്രിസ്തു സർവശക്തനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം ദൈവത്തെ വിളിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ 2015 ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകുന്ന സമയത്ത് ഞാൻ 5 നേരം നിസ്കരിക്കുവാൻ പള്ളിയിൽ കടന്നു പോകും. കാരണം ഇസ്ലാം രാഷ്ട്രമായതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് 5 ടൈം നമസ്കരിക്കുവാൻ വേണ്ടി അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എല്ലാ സമയത്തും ഞാൻ നമസ്കാരത്തിന് കടന്നു പോകും. എന്നാൽ എല്ലാവരും പോയതിനു ശേഷമാണ് ഞാൻ നിസ്കരിക്കാൻ കടന്നു പോകുന്നത്. കാരണം പേഴ്സണലായി ദൈവത്തോട് സംസാരിക്കുവാൻ, പേഴ്സണലായി ദൈവസന്നിധിയിൽ കരയുവാൻ, അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ തനിയാണ് കടന്നു പോകുന്നു. അങ്ങനെ കടന്നുപോയി അവിടെ പോയിരുന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയെ എന്റെ ജീവിതത്തിലുള്ളൂ, സാലറി കൂട്ടി തരണമെന്നല്ല. ദൈവമേ, എന്റെ ഈ മദ്യപാനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. അല്ലാഹുവേ, അങ്ങ് സർവശക്തനാണല്ലോ, എന്റെ ഈ മദ്യപാനത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണം. ഈ ഒരു പ്രാർത്ഥന മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. കാരണം മദ്യത്തിൽ നിന്ന് എനിക്ക് സ്വയം ഒന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല, സ്വയം അതിൽ നിന്നൊന്ന് പിന്മാറുവാൻ കഴിയുന്നില്ല. ഒരു ദിവസം കുടിക്കരുതെന്ന് വിചാരിച്ച് പിന്മാറിയാൽ പിറ്റേ ദിവസം അതിന്റെ ഇരട്ടി കുടിക്കും. കാരണം മദ്യപാനം നിർത്തുവാൻ കഴിയാതെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ജീവിതം. ഇന്നും എന്നെ കേൾക്കുന്ന അനേക സഹോദരങ്ങൾ മദ്യം നിർത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്, കുടുംബത്തിൽ സമാധാനം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ മദ്യം നിന്നെ അടിമപ്പെടുത്തി മദ്യത്തിന് അടിമയായി മുന്നോട്ട് കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ ഈ ലോകത്തൊരുവൻ കഴിയുമെങ്കിൽ അത് നസറേനായ യേശുക്രിസ്തുവിന് മാത്രമാണ്. ഏത് വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും, ഏത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിലും, ഏത് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും നിങ്ങളെ വിടുവിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. കാരണം
ദൈവമെന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ചാൽ വിളിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്ന ഒരുവനാണ്. നിങ്ങളുടെ പ്രയാസത്തിന് അകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരുവനാണ്. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ കൈവിട്ടേച്ചു പോകും. എന്നാൽ സർവശക്തനായ ദൈവം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പെറ്റതള്ളവൻ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. പെറ്റതള്ളവൻ കുഞ്ഞിനെ മറക്കുമോ? ഒരു നാളുമില്ല. എന്നാൽ ഇന്ന് നമ്മൾ പത്രവാർത്തകൾ വായിക്കുമ്പോൾ നാം കാണുന്ന വാർത്ത എന്താണ്? സ്തോത്രം, മാതാവ് സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ വായിച്ച കാര്യമാണ്. കടൽ ഭിത്തിയിൽ സ്വന്തം മാതാവ് സ്വന്തം കുഞ്ഞിനെ എടുത്തെറിഞ്ഞ് ചാകാഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിച്ചെന്ന് കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നു. അങ്ങനെ സ്വന്തം രക്തത്തിൽ പിറന്ന മാതാവ് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവവചനം എന്തു പറയുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കും. നമുക്കറിയാം, പെറ്റതള്ളവൻ കുഞ്ഞിനെ മറക്കുമോ എന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, സ്വന്തം മാതാവ് കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ടിരിക്കുക. അവരുടെ ഇഷ്ടത്തിനു വേണ്ടി, അവരുടെ ഭോഗേച്ഛകൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്ന അനുഭവം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വായിച്ചു. സ്വന്തം മാതാവിനെ കൊന്നുകളഞ്ഞ മകൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാണ് ഇതെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിലും നിങ്ങളെ വിടുവിക്കുവാൻ സർവശക്തനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ? ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് കഴിയത്തില്ലയോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ 30 വർഷക്കാലം ഒരേ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയാണ് ഞാൻ മറുപടി ചോദിച്ചത്. എന്റെ മദ്യപാനത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണം. അത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തിൽ മറുപടി ചോദിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ജീവിക്കുമ്പോഴും എന്റെ വിഷയം, എന്റെ മദ്യപാനത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. കാരണം ഈ മദ്യമാണ് എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഈ ലഹരിയാണ് എന്റെ ജീവിതത്തെ തകർക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ഒരേ ഒരു പ്രാർത്ഥന, എന്റെ മദ്യപാനത്തിൽ നിന്ന് തന്നെ ഒന്ന് വിടുവിക്കണം. അങ്ങനെ 2015 ഞാനിങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. അന്ന് പ്രാർത്ഥനയിൽ കടന്നു പോയപ്പോൾ, നാട്ടിലായി കടന്നു എന്ന് കോട്ടയത്ത് പ്രാർത്ഥനയിൽ കടന്നു പോയപ്പോൾ, ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ ഉദരത്തിലെ 7 വർഷമായ ഹിരണ്യ രോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കിയ യേശു ക്രിസ്തുവിനോട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. അങ്ങനെ എന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, അങ്ങ് സർവശക്തനായ ദൈവമാണല്ലോ. എന്റെ ഉദരത്തിലെ രോഗത്തിൽ നിന്ന് ഞാൻ പറയാതെ തന്നെ എന്നെ വിടുവിച്ച ദൈവത്തിന് ഈ മദ്യപാനത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയും. ഞാൻ അങ്ങിൽ വിശ്വസിക്കാം, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങിൽ വിശ്വസിക്കാം. അങ്ങ് സത്യദൈവമാണെങ്കിൽ ഈ മദ്യപാനത്തിൽ നിന്ന് എന്നെ പൂർണ്ണമായി വിടുവിച്ചാൽ ഞാൻ ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ഒരിക്കലും ഈ മദ്യപാനം നിർത്തുകയില്ല. എന്നാൽ യേശു കർത്താവ് സത്യദൈവമാണെങ്കിൽ ഈ മദ്യപാനം എന്നെ നിർത്തിച്ചു തരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് യേശുവിൽ വിശ്വസിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്റെ ലീവ് ദിവസം ചൊവ്വാഴ്ച രാവിലെ ഞാൻ മദ്യപിക്കാൻ തുടങ്ങും. അങ്ങനെ രാവിലെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച് മദ്യപിക്കുവാൻ നോക്കുമ്പോൾ എനിക്ക് മദ്യം കഴിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് വല്ലാത്തൊരു അറപ്പ് തോന്നുകയാ മദ്യത്തോട്. ഞാൻ വിചാരിച്ചു, ആദ്യത്തെ ഒരു പെഗ് അകത്ത് ചെല്ലുന്നത് കൊണ്ട് ഒരു പ്രയാസമായിരിക്കും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് വിചാരിച്ച് കുറെ നേരം ഞാനിങ്ങനെ നോക്കി. 7up ഒക്കെ ഒഴിച്ചു വെച്ചത് കൊണ്ട് ആദ്യം ഒഴിച്ചു വെച്ച മദ്യം ഞാൻ എടുത്ത് തറയിൽ ഒഴിച്ചു കളഞ്ഞു. അതിനുശേഷം അടുത്ത പെഗ് മദ്യം കുപ്പിയിൽ നിന്ന് ഞാൻ ഒഴിച്ച് വീണ്ടും 7up ഒക്കെ ഒഴിച്ച് അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ്. ഈ മദ്യം മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ആ വല്ലാത്ത അസ്വസ്ഥത എന്റെ ഈ മദ്യം മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി. പെട്ടെന്ന് ഞാൻ ഈ ഗ്ലാസ്സിലിരുന്ന മദ്യം തറയിൽ ഒഴിച്ച് ഗ്ലാസും കുപ്പിയും മദ്യവും എല്ലാം കൂടെ ഞാൻ കട്ടിന്റെ അടിയിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ 2015 സർവശക്തനായ ദൈവം ഒരു പ്രാർത്ഥനയുടെ മറുപടിയായി എന്റെ ജീവിതത്തിൽ മദ്യപാനത്തിൽ തന്നെ പൂർണ്ണമായി വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ യേശു ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. പ്രിയ സഹോദര, സ്തോത്രം, നിങ്ങൾ മതം മാറേണ്ട ആവശ്യമില്ല, മനം മാറണം. നിങ്ങളുടെ ഹൃദയമാണ് മാറേണ്ടത്. കാരണം ഒരു മനുഷ്യൻ പക വെച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഇന്ന് നമ്മൾ അറിയാം,
ചെന്താമര എന്ന് പറയുന്ന വ്യക്തി ഒരാളെ കൊന്ന കേസിന് അകത്ത് കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പകയായിരുന്നു. ആ പക വെച്ചുകൊണ്ട് കിടന്നേച്ച് പുറത്തിറങ്ങിയ സമയത്ത് ആ പക അവസരം ഒരുങ്ങിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പക പുറത്തു വരികയാണ്. അത് പിന്നെയും രണ്ടുപേരുടെ ജീവൻ എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരിക്കൽ പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും പിണക്കവും ഇങ്ങനെ വല്ലാതെ ഹൃദയത്തിൽ അസ്വസ്ഥപ്പെട്ട് കിടന്ന എന്റെ ജീവിതത്തെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പകയായിരുന്നു. കാരണം അവനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം, എന്നെ ചീത്ത വിളിച്ചവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നെ ഉപദ്രവിക്കുവാൻ നോക്കിയവനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം, അവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള പകയായിരുന്നു എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തുവിനെ അറിയാത്ത എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ പകയുണ്ടെങ്കിൽ നിങ്ങൾ ഈ യേശുവിനെ ഒന്ന് അറിയുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ബൈബിൾ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കൂ. ഒരു ബൈബിൾ നിങ്ങൾ എങ്ങനെയും സംഘടിപ്പിച്ച് ആ ബൈബിൾ ഒന്ന് വായിക്കുവാനായിട്ട് നിങ്ങളുടെ അധരങ്ങളെ തുറക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പക നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിലും, എത്ര വലിയ അസൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഏതൊക്കെ വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ബൈബിള് കൊണ്ട് നടക്കുമ്പോൾ എന്റെ ചിന്ത, ആൾക്കാരൊക്കെ ബൈബിളും കൊണ്ട് പോകുമ്പോൾ ഒരിക്കലും മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു സ്വയം രക്ഷിക്കുവാൻ കഴിയാതെ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് ഈ ക്രിസ്ത്യാനികൾ എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന് സ്വയം ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ടേ ഇദ്ദേഹം മറ്റുള്ളവരെ വിടുവിക്കുവാൻ. അങ്ങനെയായിരുന്നു ഞാൻ യേശുവിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു ആരാണെന്ന് എന്റെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സ്വർഗസ്ഥനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഒരുപാട് ചിന്തിച്ച്, കർത്താവേ, ഞാൻ ഈ ദൈവത്തെ അറിയാതെ മരണപ്പെട്ടു പോയായിരുന്നെങ്കിൽ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുകയുമായിരുന്നല്ലോ, നിത്യ നരകത്തിന് അവകാശിയായി തീരുമായിരുന്നല്ലോ. എന്നാൽ ദൈവവചനത്തിൽ നാം വായിക്കുന്നു, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനെ ചുംബിപ്പിക്കാൻ കഴിയത്തില്ല. പിതാവിന്റെ ഒരു ആകർഷണം എന്റെ ജീവിതത്തിലും ഈ എളിയവനായ അടിയന്റെ ജീവിതത്തിലും കർത്താവ് നൽകിയതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അങ്ങനെ 2015 ഡിസംബർ 23 റാസൽ കെമേൽ നക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വൈഫ് ഇവിടെ നിന്ന് ഷാർജയിലുള്ള ഒരു ദൈവദാസനെ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് ഒരു ദൈവദാസൻ നക്കലിലുള്ള സജി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ IPC ചർച്ചിലെ ദൈവദാസനെ എന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം വന്നു. അവർ രണ്ടുപേര്, ജെയിംസ് ചാനും പ്രിയ സൈച്ചാനും ഞാൻ ജോലി ചെയ്യുന്ന ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് വന്നു. അവിടെ വന്ന് എന്റെ അടുക്കൽ വന്ന് എന്നോട് കുറെ സംസാരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തു. എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ലീവില്ല, എനിക്ക് 11:30 മുതൽ 3 മണി വരെ എനിക്ക് ഫ്രീ ടൈമാണ്. അതല്ലാതെ വെള്ളിയാഴ്ച കാരണം ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് ആയിരുന്നു. അവിടെ ഫ്രൈഡേ ദിവസം എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് തിരക്ക് കൂടിയോണ്ട് അന്ന് ലീവില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു 11:30 മുതൽ 3 മണി വരെ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച പ്രാർത്ഥനയ്ക്കൊന്നും വരാൻ അവർ പറയത്തില്ല, കാരണം എനിക്ക് ഫ്രീ ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, 11:30 ആകുമ്പോ ഞങ്ങൾ വരാം, എന്നിട്ട് 3 മണിയാകുമ്പോ ബ്രദറിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവിടാം, ഒരു ഡ്രസ് കൂടെ എടുത്താൽ മതി. അങ്ങനെ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ നോക്കുമ്പോൾ അവർ വാഹനത്തിലൊക്കെ വരുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോഴും എന്റെ ഉള്ളിൽ ഈഗോയാണ്. എന്താ ഈഗോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കൂട്ടുകാരൊക്കെ നോക്കുമ്പോ അനേകർ വന്ന് എന്നെ വണ്ടിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവിടുന്നു. അവരൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരുമായിട്ട് ഞാൻ കൂട്ടൊക്കെ ഉണ്ട്. അവിടെയുള്ളവരാണെങ്കിൽ കമ്പനി വണ്ടി വരുന്നു, കമ്പനി വണ്ടിക്ക് കയറി പോകുന്നു, അവിടുത്തെ കമ്പനി ഫുഡ് കഴിക്കുന്നു. ഞാനാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാക്കുമ്പം പ്രാർത്ഥനക്കാർ വരുന്നു, അവർക്കറിയത്തില്ലല്ലോ പ്രാർത്ഥനക്കാരാ വരുന്നതെന്ന്. എന്റെ കൂട്ടുകാർ വരുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു, അവൻ ഡ്രസ്സ് മാറി വണ്ടിക്ക് കയറി പോകുന്നു. 3 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് അവർ തിരികെ കൊണ്ടുവിടുന്നു. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് വലിയ കമ്പനിയാ, വലിയ വലിയ വണ്ടിയെ കയറി പോകുന്നു. അങ്ങനെ ഇവർക്ക് അവരുടെ മുമ്പിൽ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഇവരുടെ കൂടെ കയറി പോകുന്നത്. അങ്ങനെ ഞാൻ അവര് വെള്ളിയാഴ്ച ദിവസം വണ്ടിയും കൊണ്ട് വന്നു. ഞാൻ അവരുടെ കൂടെ കയറി വീട്ടിൽ ചെന്നു.
വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ 5-6 പേര് ഇരിപ്പുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ബാ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ അവരുടെ നടുവിലിരുന്നു. അവരുടെ നടുവിലിരുന്നപ്പോൾ അവരിങ്ങനെ കൈയടിച്ച് പാടുവാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ കൈയടിക്കാൻ തുടങ്ങി. അവർ കൈയടിക്കുമ്പോൾ ഞാൻ ചെറിയ കൈയടിക്കാൻ തുടങ്ങി. കൈയടിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ കൈത്താളം തെറ്റാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ കൈയടി അവരുടെ കൈയടിയുടെ കൂടെ ഒക്കുന്നില്ല, താളം മാറിപ്പോവുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ കൈയടി തുടർന്നാൽ അവർക്ക് കൈയടിച്ച് പാടുവാൻ കഴിയത്തില്ല. അപ്പൊ ഞാന് കൈയടി നിർത്തി ചെറിയ കൈ താത്തു വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു അടച്ചിരിക്കുമ്പോൾ ഇവർ ഏതൊക്കെയോ ഭാഷ പറയുക. ഞാൻ നോക്കിയപ്പോ ആ ഭാഷയും പറയാൻ എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു കാരണവശാലും ഇവരുടെ കൂടെ ഒരു തരത്തിലും സഹകരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ കൂടെ കൈയടിക്കാൻ അറിയത്തില്ല, ഇവര് പറയുന്ന ഭാഷയും അറിയത്തില്ല. പിന്നെ ഞാൻ ഇവരുടെ കൂടെ പോയിരുന്നിട്ട് ഒരു കാര്യവും പ്രത്യേകിച്ച് ഇല്ല. അവരുടെ നടുവിൽ ഭാഷ അറിയാത്തവരുടെ നടുവിൽ, കൈയടിക്കാൻ അറിയാത്തവരുടെ നടുവിൽ ഒരു പൊട്ടനെ പോലെ ഇരിക്കാമെന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഇനി ഇവിടെ വരണ്ട, ഇന്നൂടെ എങ്ങനെയും ഒന്ന് ഇവിടെ എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ അവിടെ എങ്ങനെയും എണ്ണിച്ചു പോകണമെന്നും പറഞ്ഞ് അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർ എന്റെ ചുറ്റും ഇരുന്ന് എന്റെ കുടുംബത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന ഒരു കൂട്ടം ജനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ജീവനോടെ ഇരുന്ന്, സ്തോത്രം, ഈ ഭൂമിയിൽ പലതും ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവും ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു കാലഘട്ടത്തിൽ, സ്തോത്രം, ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അമേരിക്ക പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തിരിച്ചറിയാത്ത വീട്ടിലിരുന്ന് മാതാവിനോട് പറയും, മോനെ, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ മുഴുവനും കൊന്നുകളയുകയാണ്, മാതാവിനും അറിയത്തില്ല. മാതാവ് അങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന പക, എങ്ങനെയെങ്കിലും പാകിസ്ഥാനിൽ പോയി, സ്തോത്രം, ഒരു ചാവേറാകുവാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുവാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചെങ്കിലും ക്രിസ്ത്യാനികളെ കൊന്നുകളയാമായിരുന്നുള്ള ഒരു ചിന്ത ഒരു കാലഘട്ടത്തിൽ എന്റെയും ഹൃദയത്തിൽ ഉണ്ടായ ഒരു കാര്യമായിരുന്നു. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളാണെന്ന്, പെന്തക്കോസ് അനുഭവമുള്ളവരാണെന്ന് ജനം തിരിച്ചറിയണം. പെന്തക്കോസ് അനുഭവത്തിൽ ജീവിക്കുന്നവർ ഈ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം സർവശക്തനായ ദൈവത്തെയാണ് അവർ വിളിക്കുന്നതെന്നും സർവശക്തനായ ദൈവം, ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, സകല വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ട് സകല ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി, എന്റെ മാതാവിനും പിതാവിനും, എന്റെ കുടുംബത്തിനും, എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നെ സഹായിക്കണമേ അല്ലാഹുവേ, എന്റെ ജീവിതത്തെ നന്നാക്കണമേ, എനിക്ക് നല്ലൊരു ഭവനം പണിയുവാനുള്ള പൈസ തരണമേ, എനിക്ക് നല്ലൊരു ജോലി തരണമേ. സ്തോത്രം. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്കോ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കോ, ഏതൊക്കെ പ്രയാസത്തിലൂടെ കടന്നുപോയാലും അതൊന്നും എന്റെ വിഷയമല്ലായിരുന്നു. എന്റെ സുഖസൗകര്യങ്ങൾ, എന്റെ കാര്യങ്ങൾ, എന്റെ വിഷയങ്ങൾ, അത് മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രാർത്ഥന. എന്നാൽ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ത്യയിലെ ഓരോ 29 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താണ് ദൈവവചനം പറയുന്നത്? നിങ്ങൾ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നല്ലൊരു ഭരണം വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നല്ലൊരു, സ്തോത്രം, ഹല്ലേലൂയ, നിയമം വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമാണ് സകലതും ചെയ്തെടുക്കുന്നത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാ ഞങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടായ്മ കൂടി ഒരു പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, സഭയിൽ ഇന്നായിരിക്കുന്നതിന്റെ പിൻപിലെ കാര്യം, ഒരു കൂട്ടം ജനം ഞങ്ങളുടെ പിൻപിൽ പ്രാർത്ഥിക്കുവാൻ ഉണ്ടായതുകൊണ്ടാ. ഒരു കാലഘട്ടത്തിൽ സുവിശേഷത്തെ എതിര് പറഞ്ഞവനാ ഞാൻ. ഉപദേശിമാർ കടന്നു പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇവന്മാർക്ക് ഒരു പണിയുമില്ല, ഇവര് രാവിലെ കറുപ്പും വെള്ളയിട്ടുകൊണ്ട് ഇറങ്ങിക്കോളും മതം മാറ്റുവാൻ. രാവിലെ ഒരു ഭവനത്തിൽ കയറി കാപ്പ് കുടിക്കും, ഉച്ചയ്ക്ക് ഒരു ഭവനത്തിൽ കയറി ഊണ് കഴിക്കും, വൈകിട്ട് പ്രാതലും കഴിച്ച് മടങ്ങിപ്പോകും. കള്ളന്മാരാ, ഒരു 10 പൈസയ്ക്ക് പണി ചെയ്യത്തില്ല. സ്തോത്രം. ഇന്നല്ലയോ സത്യം തിരിച്ചറിഞ്ഞത്? അന്ന് സത്യം തിരിച്ചറിയുവാൻ കഴിയാതെ ഇന്ന് പല ജാതികളും വിളിച്ചു പറയുന്നതിന്റെ കൂട്ട് അന്ന് ഞാനും വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഇവർക്ക് പണിയില്ലെന്ന്, ഇവർക്കൊരു ജോലിയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സുവിശേഷം പറയാൻ ഇറങ്ങുന്നത്. എന്നാൽ ഇന്ന് സുവിശേഷം പറയുവാൻ പോകുമ്പോഴല്ലയോ, ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ സുവിശേഷം വിളിച്ചു പറയുന്നതിന്റെ പിൻപിലെ കാര്യം, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ മുൻപിൽ മരണം
ഏത് സമയവും നമുക്ക് നിശ്ചയമാണ്. നമുക്ക് മരണത്തെ പ്രവചിക്കുവാൻ കഴിയത്തില്ല. പ്രവചിച്ച ദൈവദാസന്മാരുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും ഹല്ലേലൂയ അതൊക്കെ വിരലിൽ എണ്ണാവുന്നവര് മാത്രമേ ഉള്ളൂ. ആരുടെയും മരണമാർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് സമയത്തും എന്നെയും നിങ്ങളെയും കടന്നു പിടിക്കാവുന്ന വ്യക്തിയാ മരണമെന്നത്. ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവസാനത്തെ ശ്വാസം വലിച്ച് മുകളിലോട്ട് എടുത്ത് താഴോട്ട് വിടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം അവസാനിച്ചു. മതത്തിനു വേണ്ടിയും രാഷ്ട്രീയത്തിനു വേണ്ടിയും കൊന്നും കൊണ്ടും കൊടുത്തും ഹല്ലേലൂയ ഇന്ന് അനേക മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുത്തി, അനേക പിതാക്കന്മാരെ മക്കൾക്ക് നഷ്ടപ്പെടുത്തി, അനേക സ്തോത്രം ഭാര്യമാരെ വിധവമാരാക്കി. ഇന്നും രാഷ്ട്രീയവും മതവും അതിന്റെ പേരിൽ കൊലയും നടത്തിക്കൊണ്ട് കൊലവിളിയും നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം കേട്ടോ. സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ, ന്യായാധിപന്റെ മുമ്പിൽ, ന്യായവിധി ദിവസത്തിൽ വചനം പറയുന്നു, സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. ഹല്ലേലൂയ. സകലരും കർത്താവിനെ ഏറ്റുപറയുന്ന ഒരു ദിവസം ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട് കേട്ടോ. സകലരും യേശുവിനെ മാത്രം കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, മനുഷ്യരായി പിറന്ന സകല വ്യക്തി ജീവിതങ്ങളും യേശുവിനെ കർത്താവും രക്ഷകനുമായി ഏറ്റു പറഞ്ഞില്ല എങ്കിൽ ഒരു ദിനം നിങ്ങൾ കർത്താവെന്ന് ഏറ്റു പറയുന്ന ഒരു ദിനം, അവന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു ദിനം, ഈ ലോക ജീവിതത്തിൽ, ഈ രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ ഏത് ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്ത്, ഏത് ശ്രേഷ്ഠ നിലവാരത്തിൽ സ്തോത്രം ജോലി ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിലും ഒരു ദിവസം 24 മണിക്കൂറും നിങ്ങളെ സല്യൂട്ട് അടിക്കുവാൻ ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങളും കർത്താവിന് സല്യൂട്ട് അടിക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഇന്ന് പലരും നിങ്ങളെ സല്യൂട്ട് അടിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടുവാൻ കഴിയാതെ, കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു ദിവസം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിനമുണ്ട്. അന്ന് രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. അതിനെന്താ കാരണം? അതിന് കാരണമുണ്ട്. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഞാൻ വായിച്ചിടത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിൽ ഒരിടത്തും ബൈബിൾ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമെന്ന് പരാമർശിക്കുന്ന ഒരു വേദവാക്യം പോലും കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഈ ഭൂമിയിൽ മതത്തിൻ്റെതായ ഗ്രന്ഥങ്ങൾ, മതത്തിൻ്റെതായ പുസ്തകങ്ങൾ പലതും ഈ ഭൂമിയിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ ബൈബിൾ ഒരിടത്തും ബൈബിൾ ഒരു മതഗ്രന്ഥമാണെന്ന് പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് സൃഷ്ടികളുടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ്. ദൈവം സൃഷ്ടിപ്പോടെയാണ് ഈ ഭൂമിയുടെ ആരംഭമായ ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടിപ്പോടെയാണ് ബൈബിളിന്റെ തുടക്കം. പ്രിയ സഹോദരങ്ങളെ, ഈ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ എന്ത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നിത്യതയിൽ എന്തുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലവും ഉളവായി. ആരാണ് അവൻ? യേശു ക്രിസ്തു. 2024 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂവിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പേ ആദിയിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. ഈ ഭൂമിയോ, ഇതിലുള്ള മണ്ണോ, ഇതിലുള്ള വൃക്ഷങ്ങളോ, ഈ ഭൂമിയിൽ മനുഷ്യനിർമ്മിതങ്ങളായ എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടാകുന്നതിന് മുൻപേ ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. മനുഷ്യനിർമ്മിതങ്ങളായ ഏതെങ്കിലും വസ്തുക്കളെ കുറിച്ചല്ല ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച, മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 2-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ സ്തോത്രം ആരംഭത്തെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. എല്ലാ സൃഷ്ടിപ്പും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ
ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചത്, ദിവസത്തെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, മൃഗങ്ങളെ സൃഷ്ടിച്ചത് എല്ലാം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ വായിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. സകല സൃഷ്ടികളുടെ ആരംഭം പറഞ്ഞുകൊണ്ട്, ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ആരംഭം എന്നാണ്. ആരംഭ പുസ്തകത്തിൽ തന്നെ ആരംഭിച്ച കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നോ, ഇവിടുത്തെ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളോ, ശാസ്ത്രജ്ഞന്മാരോ, ഡോക്ടർമാരോ, നഴ്സുമാരോ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഉന്നത നിലവാരത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഏതെങ്കിലും മേൽ ഉദ്യോഗസ്ഥന്മാരോ സയന്റിസ്റ്റുകളോ പറയുന്ന നിലവാരത്തിലല്ല ഈ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവവചനം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഞാനും നിങ്ങളും ഉരുവാകുന്നതിന് മുമ്പേ എന്നെയും നിങ്ങളെയും കണ്ടൊരു ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു, ഞാനും നിങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെയും നിങ്ങളെയും കണ്ടൊരു ദൈവം, പേർ ചൊല്ലി വിളിച്ച ദൈവം ഇന്ന് നിങ്ങളെയും വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നുവാ. യേശു ക്രിസ്തുവിനെ അറിയുവാൻ, ദൈവത്തെ തിരിച്ചറിയുവാൻ കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങളെ കർത്താവ് വരുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും സ്വന്തം മറ്റ് മതങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം, എന്റെ മതം മാത്രമാണ് സത്യം, എന്റെ വിശ്വാസം മാത്രമാണ് സത്യം, ഞാൻ വിശ്വസിക്കുന്നതാണ് സത്യം എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ കടന്നുകൂടി മറ്റുള്ള മതസ്ഥരെ, മറ്റുള്ള സമുദായക്കാരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ചിന്തയായിരുന്നു എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യേശുവിനെ അറിഞ്ഞതോടുകൂടി, യേശുവിന്റെ ഹൃദയത്തിലേക്ക് വന്നതോടുകൂടി ആരെയും ഇല്ലായ്മ ചെയ്യണമെന്ന് എന്റെ ഹൃദയത്തിലില്ല. കാരണം പക എന്റെ ഹൃദയത്തിൽ നിന്ന് മാറി. ആരെയും നശിപ്പിച്ചു കളയണമെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയില്ല. കാരണം എന്താ? ആരെയും നശിപ്പിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നത്. ഹല്ലേലൂയ. സകലരെയും ചേർത്ത് പിടിക്കുവാൻ, മനുഷ്യരായവരെ സ്നേഹിക്കുവാൻ, അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരുടെ ഇല്ലായ്മകളിൽ അവരുടെ ഒരു കൂട്ടായ്മ കാണിക്കുവാൻ, അതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ യേശു മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ. ഒരു കർണത്തടിച്ചപ്പോൾ മറുകർണം കാണിച്ചു കൊടുത്തവൻ. ഏതെങ്കിലും ദൈവം ഹല്ലേലൂയ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു കർണം തടിച്ചു കഴിഞ്ഞാൽ മറുകർണം കാണിച്ചു കൊടുക്കുവാൻ? ഒരു ദിവസം ഞാൻ MM അക്ബറിന്റെ ഒരു സ്തോത്രം ഹല്ലേലൂയ സംവാദം ഞാൻ യൂട്യൂബിൽ കൂടെ കേൾക്കുമ്പോൾ MM അക്ബർ എന്ന് പറയുന്ന ഇസ്ലാം സംവാദകൻ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ കൂടി വന്നിരിക്കുന്ന ജനത്തോട് പറയുകയാണ്, യേശു ക്രിസ്തു പറഞ്ഞു ഒരു കർണത്തടിക്കുമ്പോ മറുകർണം കാണിച്ചു കൊടുക്കുവാൻ. ഞങ്ങളുടെ നബി ഞങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു കർണത്തടിച്ച് അടിക്കുമ്പോൾ മറുകർണം കാണിച്ചു കൊടുക്കുകയല്ല, അവന്റെ കർണം അടിച്ചു പൊളിപ്പിക്കാനാണ് സ്തോത്രം ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ. കാരണം ഒരു കർണത്തടിച്ച് വേദന എടുക്കുമ്പോ മറുകർണൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പൊ അവിടെ ഇരിക്കുന്നവർ അതിന് നന്നായി കൈയടിച്ചു. അറിവില്ലാത്തവർ കൈയടിക്കും. അറിവില്ലാത്തവർ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുമ്പോൾ അത് വലിയ സംഭവമായി കരുതി അതിന് ആർപ്പ് വിളിക്കുകയും സ്തോത്രം ജൈഘോഷങ്ങൾ വിളിക്കുകയും ചെയ്യും. കാരണം എന്താ? അറിവില്ലാത്തത് കൊണ്ടാ. ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെയായിരുന്നു. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നി അവരുടെ കൂട്ടത്തിൽ കൈയടിക്കുകയും അതാണ് സത്യം, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവം എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതാണ് കേട്ടോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ദേശത്ത് ഒരു ഭവനം ലഭിക്കുന്നതോ, അല്ലെങ്കിൽ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ലഭിക്കുന്നതോ, അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് കുറച്ച് സാമ്പത്തിക നന്മകൾ ലഭിക്കുന്നതോ ഒന്നുമല്ല. ഒരു കാറോ വലിയ വീടോ ഒന്നുമല്ല നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത്. ഈ ഭാഗ്യത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ടെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ ഭൂമുഖത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം അത് ചുരുക്കമാണ്. ബൈബിൾ പറയുന്നു 70 ഏറെയായാൽ 80, അതിനപ്പുറമോ ദുരിതവും പ്രയാസവുമാണ്. നമുക്കറിയാം 70 വയസ്സായാൽ 80 വയസ്സായാൽ അതിനപ്പുറത്തോട്ട് ജീവിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ നമുക്കറിയാം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ എങ്ങനെ നോക്കും? അവർ ജോലിക്ക് പോകണം. 80 വയസ്സ് കഴിഞ്ഞാൽ ഈ മാതാവിനെ നോക്കുവാൻ കഴിയാതെ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുക. സ്വന്തം മാതാപിതാക്കളെ നോക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്താ? ജോലി തിരക്കാം.
ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ആ സാഹചര്യത്തിലൂടെ 30-ാമത്തെ വയസ്സിൽ നമുക്ക് തോന്നത്തില്ല. അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു ചുറുചുറുപ്പ് 50-ാമത്തെ വയസ്സിലുണ്ടോ? 50 വയസ്സുള്ള ചുറുചുറുപ്പ് 80-ാമത്തെ വയസ്സിലുണ്ടോ? നമ്മുടെ ചുറുചുറുപ്പൊക്കെ നഷ്ടപ്പെടും. ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ കടന്നു പോകുന്ന ആ സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ മറ്റുള്ള വൃദ്ധസദനത്തിലും മറ്റുള്ളവരുടെ സ്തോത്രം കൈക്കീഴിലും നോക്കുവാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ മറ്റു പലയിടത്തും യാത്ര ചെയ്ത് നല്ല ഫുഡ് കഴിക്കുവാൻ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഹോട്ടലുകളിൽ കാറിൽ സഞ്ചരിച്ച് ചെന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ നടക്കുവാൻ കഴിയാതെ സ്തോത്രം അവർ മറ്റുള്ളവരുടെ പരിചരണത്തിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പ്രയാസപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ, സ്വന്തം മക്കൾ അവരെ നോക്കുവാൻ കഴിയാതെ അവർ വേദനിക്കുന്ന, അവരുടെ ഹൃദയം വേദനിക്കുന്നത് ദൈവം കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് ആരും കണക്കിട്ടില്ലെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവനവൻ ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ടെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലതും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടുവാൻ അവസരമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നും കിടക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവനവൻ ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം എന്റെ പക്കലുണ്ട്. അത് ദൈവത്തിന്റെ പക്കലാണ് പ്രതിഫലം ഇരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്യുന്നോ അതിനെല്ലാം പ്രതിഫലമുണ്ട്. എല്ലാവരും സ്തോത്രം അത് തിരിച്ചറിഞ്ഞു വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല 15 ഡിസംബർ 23-ാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് കടന്നുപോയ സാഹചര്യം നിങ്ങളോട് പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് ഉണ്ടായത്. അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സത്യമായിട്ട് ദൈവം ഇവിടെയുണ്ട്. കാരണം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ അന്നാ ഞാൻ കാണുന്നത്, അന്നാ ഞാൻ അനുഭവിച്ചറിയുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി സത്യദൈവം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്വന്തം കാര്യം പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം സത്യദൈവത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത്. കാരണം സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനെ അല്ല ദൈവം സ്നേഹിക്കുന്നത്, ദേശം നശിച്ചു പോകാതെ ഇടിവിൽ നിൽക്കുന്നവന് വേണ്ടി സ്തോത്രം മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന്റെ പിൻപിൽ സത്യദൈവമാണ്. കാരണം ഒരു കൂട്ടം ജനം ദൈവത്തെ അറിയാതെ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരവരുടെ സ്തോത്രം താല്പര്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകുമ്പോഴും സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവർ സ്തോത്രം സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചും ജീവിക്കുന്നവർ കൂടെ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഒരു ദേശവും രാജ്യവും പട്ടണങ്ങളും നശിച്ചു പോകാതിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊന്നും കൊണ്ടും കൊടുത്തും സകല രാജ്യങ്ങളിലും പല രീതിയിൽ അനീതിയും അധർമ്മവും പെരുകുന്ന ഈ സാഹചര്യത്തിൽ ഒരു കൂട്ടം ജനം മാറി നിന്ന് കരയുന്നത് കൊണ്ടാണ് സഹോദര. നിങ്ങളുടെ മതത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഉയർത്തി കാണിച്ചത് കൊണ്ടല്ല രാജ്യം നിലനിൽക്കുന്നത്. നിങ്ങൾ ഇത്രയും അധർമ്മം കാണിക്കുമ്പോഴും നിങ്ങൾ ഇത്രയും അധർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടം നിങ്ങളുടെ പിൻപിലുണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. നിങ്ങൾ തിരിച്ചറിയാതെ ഇന്ന് നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, ഇന്ന് നിങ്ങൾക്ക് നൽകിയ ജീവൻ ദൈവം തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുമെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. എന്തധർമ്മവും കാണിച്ചിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ അന്ത്യം നിത്യ നരകമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. നിങ്ങൾ നരകത്തിൽ പോകുവാൻ ഒരിക്കലും ഇടയായി തീരരുത്. നരകത്തിലേക്ക് യാത്ര ചെയ്തവനാ ഞാൻ. ലോകത്തിൽ സ്തോത്രം ആരെയും ഭയപ്പെടാതെ, മാതാപിതാക്കന്മാരെ ഭയപ്പെടാതെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവനാ ഞാൻ. സ്തോത്രം. എന്നാൽ ദൈവം വളരെ വ്യക്തമായി എന്നോട് ഇടപെട്ടത് കൊണ്ടാ, എന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്കകത്ത് മറുപടി തന്നത് കൊണ്ടാ ഈ യേശുവിനെ ഞാൻ ഉയർത്തുന്നത്. യേശു സത്യദൈവമാണെന്ന് ആരെങ്കിലും 500 രൂപ പെട്രോൾ അടിക്കാൻ വണ്ടിക്ക് തരുന്നത് കൊണ്ടോ, ആരെങ്കിലും ഒരു നേരത്തെ അരിക്ക് പൈസ തരുന്നത് കൊണ്ടോ, ആരെങ്കിലും ജീവിക്കുവാൻ ചെലവിന് കാശ് തരുന്നത് കൊണ്ടോ അല്ല യേശുവിനെ ഉയർത്തി കാണിക്കുന്നത്. യേശു സത്യദൈവമാണെന്ന് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുവാൻ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അവസരമൊരുക്കിയത് കൊണ്ടാണ് ഇന്നിവിടെ ഇരുന്നു കൊണ്ട് യേശുവിനെ വിളിച്ചു പറയുന്നത്. ആരുടെയും പൈസ ചെലവിലല്ല, ആരുടെയും സ്തോത്രം വാക്കുകൾ കടമെടുത്തും പറയുന്നതല്ല. ഇസ്ലാം പാരമ്പര്യത്തിൽ ജനിച്ചിട്ടും യേശുവിനെ വിളിച്ചു പറയുന്നതിന്റെ പിൻപിലെ കാരണം ഒരിക്കലും യേശുവിനെ വിളിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നില്ല ഞാൻ ആയിരുന്നത്. എന്നാൽ യേശു ദൈവമാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ
യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ ദിനം മുതൽ യേശുവിനെ ഉയർത്തുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഹല്ലേലൂയ. ദൈവം സത്യമാണെന്ന്, യേശു ക്രിസ്തു സത്യമാണെന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്തോത്രം പറയുന്ന ഞങ്ങൾക്കൊരു നഷ്ടവുമില്ല, പക്ഷേ അറിയാത്ത നിങ്ങൾക്ക് വൻ നഷ്ടമാണ്. കാരണം എന്താ? വിശ്വസിക്കുന്നവർക്ക് നിത്യത ഉറപ്പാ. ആരെ വിശ്വസിക്കണം? സത്യദൈവത്തെ വിശ്വസിക്കണം. എന്താണ് സത്യം? പണ്ട് ഋഷിവര്യന്മാർ ഇങ്ങനെ എഴുതി വെച്ചു: അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. എന്താണ് അതിന്റെ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. ഞാനിങ്ങനെ ബൈബിൾ വായിച്ചു വരുമ്പോൾ, പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ബൈബിൾ വായിക്കുന്ന സമയത്ത് ബൈബിൾ വായിച്ചു വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിന്റെ 1 വാക്യം, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. അപ്പം വിശ്വസിക്കണം. ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. ആരെയെങ്കിലും വിശ്വസിച്ചിട്ട്, എന്തെങ്കിലും വിശ്വസിച്ചിട്ട്, എങ്ങനെയെങ്കിലും വിശ്വസിച്ചിട്ട് ഞാനും അങ്ങ് പോവും എന്ന് പറഞ്ഞാൽ പോവൊക്കെ ചെയ്യും, പക്ഷെ സ്വർഗത്തിലല്ല, പകരം നരകത്തിലാണേ ഉള്ളൂ. സ്തോത്രം. സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കണം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ സുവിശേഷം 14:6 വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. അപ്പോൾ അന്ന് ഋഷിവര്യന്മാർ പറഞ്ഞ അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ, അതിന് സത്യത്തെ കണ്ടെത്തുവാൻ കഴിയാതെ, വെളിച്ചത്തെ കണ്ടെത്തുവാൻ കഴിയാതെ, ജീവനെ കണ്ടെത്തുവാൻ കഴിയാതെ, കാലത്തിന്റെ അവസാനത്തിങ്കൽ ലോകത്തിൽ നിന്ന് പലരും മാറ്റപ്പെട്ടപ്പോഴും ആ സത്യം തിരിച്ചറിയുവാൻ കഴിയാതെ ജനം വളരെ വേദനയിൽ കൂടെ കടന്നുപോയപ്പോഴും തന്റെ ശിഷ്യന്മാർക്ക് സത്യം വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളും ആ ക്രിസ്തുവിലേക്ക് വരുവാൻ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. മക്കളെ, അനേകർ ഈ ഭൂമുഖത്ത് അന്വേഷിച്ചു, അനേകർ ഈ ഭൂമുഖത്ത് അത് കണ്ടെത്തുവാൻ കഴിയാതെ ഈ ലോകത്തിൽ അവരുടെ അന്ത്യത്തിങ്കൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയി. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്, ഞാൻ ആ വഴി. ഇച്ചിരി മുമ്പേ അവരന്വേഷിച്ചില്ലേ? നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തുക, ഞാൻ തന്നെയാ വഴി, ഞാൻ തന്നെയാ സത്യം, ഞാൻ തന്നെയാ ജീവൻ. അങ്ങനെയെങ്കിൽ അത് വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ, ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും ശുദ്രം ചെയ്ത് മയങ്ങി പല രീതിയിൽ കൂടോത്രങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ സത്യദൈവത്തിന്റെ സന്നിധിയിൽ തന്ത്രങ്ങളും മന്ത്രങ്ങളും കൂടോത്രങ്ങളും ആഭിചാരങ്ങളും ഒന്നും ഫലിക്കയില്ല കേട്ടോ. ദൈവവചനം പറയുന്നു, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ദൈവജനത്തിന് ആഭിചാരം ഫലിക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയും ആഭിചാരം തൊടുകയില്ല. കാരണം ഈ ഭൂമിയിലുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും തിരിച്ചറിയുന്ന, അതിനെ തകർത്തു കളയുന്ന സകല ഉന്നതന്മാർക്കും മീതെ വസിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിൽ വസിക്കുന്ന ഒരു മക്കളെയും തൊടുവാൻ ഒരു ദൂഷ്ടതയ്ക്കും ദൂഷ്ട തന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും കഴിയത്തില്ല എന്നുള്ള സത്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ സേവിക്കാൻ. ദൈവം സർവശക്തനാണ് കേട്ടോ, ദൈവം സർവജ്ഞാനിയാണ് കേട്ടോ, ദൈവം സർവവ്യാപിയാണ് കേട്ടോ. ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും, ആദ്യത്തവനും ഒടുക്കത്തവനും വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവനുമായ നസ്രേത്തുകാരനായ യേശു മാത്രമാണ് കേട്ടോ. യേശു മാത്രമാ ദൈവം. ഹല്ലേലൂയ. യേശു മാത്രമാ ദൈവം. അതെന്താ അങ്ങനെ പറയുന്നത്? ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ ജയമെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ വാഴുന്നവൻ,
മരണപാതാളങ്ങളെ സ്തോത്രം അടിയറവ് വെപ്പിച്ചുകൊണ്ട്, റോമൻ ഇമ്പീരിയൽ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട്, കോടതികൾ 5 കോടതികൾ 6 വട്ടം മാറി മാറി പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന്. ഹെരോദാവും സന്നദ്രി സംഘവും ഹല്ലേലൂയ കോടതിയുടെ മേലാളന്മാരും എല്ലാം ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും യഹൂദ ജനം സ്വജനം ആർപ്പിട്ട് പറഞ്ഞു, ഇവനെ ക്രൂശിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു കേട്ടോ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? സ്വപുത്രനെ തകർത്തു കളയുവാൻ ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടിയാ? ഏദനിൽ ചെയ്ത പാപം. ആദം ഹവ്വ ദമ്പതിമാർ ദൈവത്തിന്റെ കൽപ്പനകളെ മറികടന്ന് പിശാചിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നു. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഈ ലോകത്തിന്റെ കർമ്മങ്ങൾക്കോ ഈ ലോകത്തിന്റെ മത ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കഴിയത്തില്ല എന്നുള്ള സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ ലോകത്തിലെ ഒരു മത നേതാക്കന്മാർക്കും ഒരു മത പുരോഹിതന്മാർക്കും മന്ത്രവാദികൾക്കും തന്ത്രജ്ഞന്മാർക്കും എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ കഴിയത്തില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. മോശയുടെ മൂടുപടം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മാറിപ്പോയി. മോശയുടെ മൂടുപടം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മാറി. അതാണ് പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുമ്പോൾ മൂടുപടമാണ്, നിഴലാണ്, സ്തോത്രം. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് പൊരുളാണ്. പൊരുളായ സത്യമായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ പഴയത് മാറി. സ്തോത്രം. പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ സ്തോത്രം വീണ്ടെടുപ്പ് ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. പാപത്തിൽ നിന്നുള്ള മോചനം തരുവാൻ വേണ്ടി പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന ജനത്തെ പാപത്തിന്റെ പരിഹാരയാഗമായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ വീണ്ടെടുക്കുവാൻ കഴിയുള്ളൂ എന്ന് സത്യം തിരിച്ചറിഞ്ഞ കർത്താവായ യേശു, അവൻ ദൈവമായിരിക്കെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ. സകല മുഴങ്കാലും മടങ്ങുന്ന ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാകട്ടോ. ഇന്ന് സകലരും പലതും പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ മാറ്റിവെച്ചുകൊണ്ട് പലതിനെയും ഉന്നത നിലവാരത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സഹോദര സഹോദരി, നിന്റെ മുഴങ്കാലും മടങ്ങും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യരുടെയും മുഴങ്കാല് കർത്താവിന്റെ മുമ്പിൽ മടങ്ങും. കാരണം സകല നാമത്തിനും മേലായ നാമം നൽകിയ നാമം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ദൈവം സകലത്തിനും മീതെ ന്യായാധിപനായി വെച്ചിരിക്കുന്ന അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ 2015 പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. പ്രാർത്ഥിക്കുവാൻ പോകണ്ട എന്നുള്ള ചിന്തയുമായി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അവിടെ കുത്തരിച്ചോറ്, കപ്പ വേവിച്ചത്, മീൻകറി, ഇങ്ങനെയുള്ള വിഭവങ്ങൾ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് നാടൻ ഭക്ഷണമാണ് താല്പര്യം. എന്നാൽ റാസൽ കൈമയെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഇസ്ലാമികരായതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണിയാണ്. എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും ബിരിയാണി എന്ന് രക്ഷ കിട്ടി. ആഹാരം കഴിക്കുവാൻ വേണ്ടി അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാം. പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സദ്യ കഴിക്കാമല്ലോ എന്നുള്ള ചിന്ത, ജഡീക ചിന്തയാണ്. ആഹാരം കഴിക്കാമെന്നുള്ള ചിന്തയാണ് ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു, ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് സമയമില്ലല്ലോ, രാവിലെ 7 മണി മുതൽ രാത്രി 11:30 വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് വരാൻ കഴിയത്തില്ല. അവര് പറഞ്ഞു, പകലല്ല രാത്രിയിലാണ്. ഞാൻ പെട്ടു. സ്തോത്രം.
രാത്രിയിൽ എനിക്ക് 11:30 കഴിഞ്ഞ സമയമുണ്ടല്ലോ. അവരുടെ ആ ക്ഷണം ഞാൻ തട്ടിക്കളഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അവരുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വരാം. കാരണം മദ്യപിച്ച് നടക്കുന്ന എന്നെ, വീട് വലിക്കുന്ന എന്നെ, എന്റെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ എന്റെ അനിയന്റെ വൈഫ് പറഞ്ഞു, സിഗരറ്റ് വലിക്കാതെ. അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് ദൈവത്തെ അറിയുന്നതിന് മുമ്പ്. സിഗരറ്റ് വലിക്കുന്ന എന്നെ സ്വന്തം സഹോദരിക്ക് പോലും ഇഷ്ടമല്ല എന്നുള്ള സത്യം എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാന് ഇത്രയധികം ദൂഷിച്ച സ്വഭാവത്തിൽ കൂടെ നടക്കുമ്പോഴും അവരെന്നെ ചേർത്ത് പിടിച്ചു. അവരുടെ സ്നേഹമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ന് അനേകം മദ്യപിക്കുന്നവരും കഞ്ചാവ് അടിക്കുന്നവരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്നേഹമൊന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം മദ്യപാനികളാ, കഞ്ചാവ് വലിക്കുന്നവരാ. അന്ന് ആ ഗൾഫിന്റെ പ്രദേശത്തുണ്ടായിരുന്ന സഹോദരങ്ങൾ എന്നോട് കാണിച്ച സ്നേഹമാണ്. ഞാൻ പുകവലിയൊന്നും നിർത്തിയത് സാവകാശമാണ്. മദ്യം ദൈവം നിർത്തി തന്നു. എന്നാൽ ഞാൻ പുകവലിക്കുമായിരുന്നു. അവരെന്നെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അവരെന്തൊരു പ്രോഗ്രാം വന്നാലും അവരുടെ സ്വന്തം സഹോദരനെ പോലെ അവരുടെ കുടുംബത്തിൽ എന്നെ ഒരു പങ്കാളിയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എന്റെ സഹോദരങ്ങൾക്കില്ലാത്ത, എന്റെ കുടുംബത്തിലില്ലാത്ത സ്നേഹം അവരെന്നോട് കാണിക്കുമ്പോൾ, പുകവലിക്കാത്ത, കള്ളുകുടിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത അവരുടെ മധ്യത്തിൽ ഇനി ഞാൻ ഈ പുക വലിച്ചിട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാകണ്ട. അങ്ങനെയാണ് ഞാൻ പുകവലി നിർത്തുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ആ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. രാത്രിയിൽ ആ 3-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞപ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്നു. വലിയ ദൈവ സാന്നിധ്യം ഇങ്ങനെ അനുഭവിക്കുക. ഞാൻ ഇന്നലെ വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് അനുഭവിക്കുവാൻ കഴിയാത്ത ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ ഹൃദയത്തിലുള്ള ഭാരമെല്ലാം മാറിപ്പോയ മാതിരി, വല്ലാത്തൊരു ദൈവിക സമാധാനം അനുഭവിക്കുന്നത് പോലെ, ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ ഞാൻ ആ അനുഭവത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് തറയിൽ കാലുറയ്ക്കാത്തതുപോലെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. പെട്ടെന്ന് ഞാൻ തറയിൽ മറിഞ്ഞു വീഴുവാനിടയായി. മറിഞ്ഞു വീണിട്ട് ഭയങ്കര അലർച്ചയോടെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ശരീരത്തു നിന്ന് എന്തൊക്കെയോ വിട്ടുപോകുന്നു. എനിക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ട്. ആൾക്കാരുടെ മധ്യത്തിൽ ഈ സൗണ്ട് ഒന്ന് പിടിച്ചു നിർത്തണമെന്നുണ്ട്. എന്റെ ഉള്ളിൽ ബോധമുണ്ട്. എന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെ എന്തൊക്കെ അലറി വിളിച്ചുകൊണ്ട് എന്റെ ശരീരത്തു നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ഇന്നലെ വരെ ഞാൻ വിളിച്ചിരുന്ന വ്യക്തി ആരാണെന്ന്, ഇന്നലെ വരെ ഞാൻ കൊണ്ടു നടന്ന വ്യക്തി ആരാണെന്ന്, ഇന്നലെ വരെ ഞാൻ സേവിച്ചിരുന്ന വ്യക്തി ആരാണെന്ന്. എന്റെ ശരീരത്തിൽ നിന്ന് അലറി വിളിച്ചു പോയി, ആലറിക്കൂകി വിളിച്ചു പോകുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പൈശാചിക ശക്തികൾ എന്നെ പിടിച്ചടക്കി വെച്ചിരുന്ന, എന്നെ സമാധാനം കെടുത്തി, എന്റെ സ്വസ്ഥതയെ കെടുത്തി, എന്റെ കുടുംബത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്ന, എന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരുന്ന, എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്ന പൈശാചിക ശക്തികൾ എങ്ങനെയാണ് എന്നെ പിടികൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നെനിക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഏതാണ് ദൈവമെന്നും ഏതാണ് പിശാചെന്നും തിരിച്ചറിയുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നു. ഇന്ന് ഈ സത്യദൈവത്തെ വിളിച്ചു പറയുമ്പോൾ പ്രയാസത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്ന സഹോദര, പ്രിയ സഹോദരി, നിങ്ങളെ രക്ഷിപ്പാൻ ഈ ഉലകത്തിൽ ഒരുവന് കഴിയുമെങ്കിൽ അത് നസ്രയനായ യേശുക്രിസ്തുവിന് മാത്രമാണ്. യേശുക്രിസ്തു മതത്തിന്റെ വക്താവേ അല്ല. യേശുക്രിസ്തു മതങ്ങളുടെ ദൈവമേ അല്ല. യേശുക്രിസ്തു സംഘടനകളുടെ നേതാവുമല്ല. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി ആണും പെണ്ണുമായി ഈ ഭൂമിയിൽ സകല മനുഷ്യർക്കും വേണ്ടി, ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന സകല മനുഷ്യർക്കും വേണ്ടി പാപത്തിന്റെ പരിഹാരമായി അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവറിയിൽ ഒഴുക്കി എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശമ്പളമായ മരണം, ആ മരണത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിൽ ജീവനെ വെടിഞ്ഞവൻ മരിച്ചു, അടക്കപ്പെട്ടു. അതുകൊണ്ട് തീർന്നായിരുന്നെങ്കിൽ ഇന്ന് ഈ അനീഷ് ഖനീഫ യേശുവിനെ പറയുവാൻ നിങ്ങളുടെ മുമ്പിൽ വരത്തില്ലായിരുന്നു. യേശുവിനെ വിളിച്ചു പറയുന്നതിന്റെ പിൻബലത്തെ കാര്യം
പല മഹാന്മാരും മഹതികളും മഹാത്മാഗാന്ധി വരെ ഇന്ന് ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ രാജ്ഘട്ടിൽ കല്ലറയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈജിപ്തിന്റെ മണ്ണിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തു ദൈവമായതിന്റെ പിമ്പിലെ ആരെങ്കിലും ദൈവമാക്കിയതല്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് യേശു ദൈവമാ, ദൈവത്തെ വിളിക്കണമെന്ന് പറഞ്ഞതുമല്ല. അവൻ മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ ജയിച്ച് പുറത്തു വന്ന് 40-ലധികം ദിവസം 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ ഉയർത്തുന്നത്. ആരെങ്കിലും ഉയർത്തിയത് കൊണ്ടല്ല യേശുവിനെ ഞങ്ങൾ ഉയർത്തുന്നത്. ആരെങ്കിലും യേശുവിനെ വിളിക്കാൻ പറഞ്ഞത് കൊണ്ടുമല്ല യേശുവിനെ ഞങ്ങൾ വിളിക്കുന്നത്. യേശു സ്വയം ഉയർത്തെഴുന്നേറ്റവനാ. ആരോടും കർത്താവിനെ ഉയർപ്പിക്കാൻ പറഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തു സ്വയം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്നിവിടെ പലരും പലതിനെ ഉയർത്തി പലതിനെ എടുത്ത് വാനോളം ഉയർത്തിക്കൊണ്ട് നടക്കുമ്പോ യേശു ക്രിസ്തു സ്വയം ഉയർത്തെഴുന്നേറ്റു. സ്വയം ഉയർത്തെഴുന്നേറ്റവനെയാണ് ദൈവമെന്ന് ഞങ്ങൾ പറയുന്നത്. മനുഷ്യരാരേലും ഉയർത്തിയതോ മാനത്തോളം മനുഷ്യര് പൊക്കിക്കൊണ്ട് നടക്കുന്നതൊന്നുമല്ല. സ്തോത്രം. മറിച്ച് മരണത്തെ സ്വയം ജയിച്ച് പാതാള ശക്തികളെ അടിയറവ് വെപ്പിച്ച് പിശാചിന്റെ തലയെ തകർത്ത് പാതാള ഗോപുരങ്ങളെ ജയിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന്. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ഉയർത്തിയാലും കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് വലിയവനാകട്ടോ. ഹല്ലേലൂയ. ആരെങ്കിലും വലിയവനാക്കിയതല്ല, കർത്താവ് സ്വയം ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിൽ ഇന്നും വസിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് സമയം അനുവദിച്ചു തരികയാണ്. ഹല്ലേലൂയ. രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, പാപത്തിന് പരിഹാരം ആയ കർത്താവിൽ വിശ്വസിക്കുവാൻ, നീയും പാപപരിഹാരം പാപമോചനം പ്രാപിച്ച് ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ വെയിറ്റ് ചെയ്യുന്ന സമയം കർത്താവ് തന്ന ശ്വാസം തിരിച്ചെടുത്താലുണ്ടല്ലോ, ഈ മൂക്കിലൂതിയ ദൈവശ്വാസം ഉണ്ടല്ലോ, മണ്ണുകൊണ്ട് ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ടാണ് അപ്പനും അമ്മയും ദൈവമാണെന്ന് പലരും പറയുമ്പോഴും ഞാൻ പറയും, അപ്പനും അമ്മയും മാത്രമാണ്, ദൈവമൊന്നുമല്ല. മനുഷ്യരാരും ദൈവമല്ല. ഈ ഭൂമിയിൽ ജനിച്ച മരിച്ചടക്കപ്പെട്ട് ഇന്നും കല്ലറകളിൽ കിടക്കുന്ന മനുഷ്യർ ദൈവങ്ങളല്ല, അവർ മനുഷ്യർ മാത്രമാണ്. ദൈവമായിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റേനെ. മനുഷ്യർ ഉയർക്കാത്തതിന്റെ കാരണം, യേശു ക്രിസ്തു ഉയർത്തതിന്റെ കാരണം, യേശു ക്രിസ്തു ദൈവവും സകല മനുഷ്യരും യേശു ക്രിസ്തുവിനെ ആരാധിക്കേണ്ട മനുഷ്യരുമാണെന്ന് ജനം തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഈ ആവേശം എന്നറിയാമോ? എന്തുകൊണ്ടാ ഇത്ര ഉച്ചത്തിൽ യേശുവിനെ പറയുന്നതെന്നറിയാമോ? രക്ഷപ്പെട്ടത് കൊണ്ടാ. എന്നെയും ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ എന്റെ പാപപരിഹാരത്തിനു വേണ്ടി പാപമില്ലാത്തവൻ സ്വന്തം ജീവനെ നൽകിത്തന്ന ആ സ്നേഹം, അത് മാതാപിതാക്കൾക്ക് തരാൻ പറ്റത്തില്ല. അതെത്ര മാതാപിതാക്കളായിരുന്നാലും മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ഹല്ലേലൂയ നൽകി തരുവാൻ ഇച്ചിരി പ്രയാസമാണ്. മാതാവും പിതാവും ഒക്കെ ഇന്ന് മക്കളുടെ ജീവൻ എടുക്കുന്നു, മക്കൾ മാതാപിതാക്കളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. സ്വന്തം സുഖത്തിനു വേണ്ടി മാതാവ് കുഞ്ഞുങ്ങളെ കടൽ ഭിത്തിയിൽ അടിച്ചു കൊല്ലുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിതാവ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ചെന്താമരയെ പോലുള്ളവർ നിയമത്തിന്റെ അഴിക്കുള്ളിൽ വർഷങ്ങൾ കിടന്നിട്ടും പുറത്തിറങ്ങുമ്പോൾ ഒരു നിയമത്തിനും അവരെ രക്ഷിപ്പാൻ കഴിയുന്നില്ല. നിയമത്തിന്റെ പഴുതുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവരുടെ പക നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. യേശുവിനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെന്താമര വീണ്ടും ഈ ഒരു
പ്രശ്നത്തിൽ കൂടെ കടന്നു പോകത്തില്ലായിരുന്നു. യേശു അവന്റെ ഹൃദയത്തിലേക്ക് വന്നായിരുന്നെങ്കിൽ ചെന്താമര രണ്ടാമതൊരു കൊലപാതകം ചെയ്യുവാൻ മുതിരുവായിരുന്നില്ല. യേശു ഉള്ളത്തിൽ ഇല്ലാത്തതാണ് ഇവിടുത്തെ സകല പകയ്ക്കും കാരണം. യേശു മനുഷ്യന്റെ ഹൃദയത്തിൽ വരാത്തതാണ് ഈ മത രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കാരണം. യേശു ഇല്ലാത്തതാണ് കാരണം. യേശു മതത്തിൽ വസിക്കുന്നില്ലല്ലോ. യേശു വസിക്കുന്നത് ജീവനുള്ള ദൈവമായ ജീവിക്കുന്ന ക്രിസ്തു വസിക്കുന്നത് ജീവനുള്ള മനുഷ്യ ഹൃദയങ്ങളിലാണ്. മരിച്ച വസ്തുക്കളിൽ വസിക്കുന്ന ദൈവങ്ങളെ കുറിച്ചല്ല ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഇന്നെന്റെ ജീവൻ പോയാലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ഞാൻ വിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഈ സ്തോത്രം കർത്താവിന്റെ വരവിങ്കൽ മധ്യാകാശത്തിൽ എഴുന്നള്ളി വരുമ്പോൾ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കും. കർത്താവിനെ വിശ്വസിക്കുന്നവർ, കർത്താവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവർ കർത്താവിനോടുകൂടെ വാഴുമെന്ന്. അതുകൊണ്ട് ഈ ലോക മരണങ്ങളെ ഞങ്ങൾക്ക് ഭയമില്ല. ലോകത്തിലുള്ളവർ മരണം കാണിച്ച് മരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വത്രം പലരെയും ഭയപ്പെടുത്തി മാറ്റി നിർത്തുമ്പോഴും ഞങ്ങൾക്ക് മരണഭയമില്ല. കാരണം മരിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ സേവിക്കുന്നത്, മരണത്തെ ജയിച്ചവനാ. അങ്ങനെ മരണത്തെ ജയിച്ച ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളും മരിച്ചടക്കപ്പെട്ട് നാളെ കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉത്തമ ബോധ്യവും ഉറപ്പും നിശ്ചയവും ഞങ്ങളുള്ളത് കൊണ്ടാണെന്ന് ഏത് ക്യാമറയ്ക്ക് മുന്നിലും, ഏത് വീഡിയോയ്ക്ക് മുമ്പിലും, ഏത് പരസ്യ സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതിന്റെ പിൻപിൽ ഞങ്ങളും ഉയർക്കുമെന്ന്, ആ അരുമനാഥനായ ക്രിസ്തുയേശുവിനോടുകൂടെ വാഴുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പും നിശ്ചയമുണ്ടെന്ന്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഒരു തെറ്റും ചെയ്തില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്ക്. കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഭൂമിയിൽ ഒരു വിവാഹവും കഴിച്ചില്ല. മാതാവിനെ മാതാവായും സഹോദരിയെ സഹോദരിയായും പിതാവിനെ പിതാവായും ചേർത്ത് നിർത്തി. യേശുക്രിസ്തു പാപത്തിന്റെ സ്തോത്രം പടുകുഴിയിൽ കൈയിട്ട് വാരിയില്ല. പകരം പാപത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും പാപത്തിന്റെ ശമ്പളമായ മരണം സ്വയം ഏറ്റുകൊടുത്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിണിത ഫലം സ്വയം ഏറ്റെടുത്ത് കർത്താവ്. കാരണം എന്താ? അവൻ പാപമില്ലാത്തവനായിരുന്നു. ഇവിടെ നിന്ന് സ്തോത്രം പലതും പറയുന്ന പാപികൾ പറയുന്നത് കേട്ട് ഞാനും നിങ്ങളും പല കർമ്മങ്ങളും മാർഗങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും സ്തോത്രം അർപ്പിച്ച് പലതും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ഒരു കർമ്മമാർഗത്തിലും പ്രസാദിക്കുന്നില്ല. ഇത് മാർഗമാണ്, കർമ്മമല്ല. ഇതൊരു മാർഗമാണ്. ആ മാർഗം ഹല്ലേലൂയ, ആ മാർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി ക്രിസ്തു മാത്രമാണ്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ തുടങ്ങി. 2016 ഡിസംബറിൽ നാട്ടിൽ കടന്നു വന്ന് 2011 ഡിസംബർ 31 ഞാൻ സ്നാനപ്പെട്ടു. സ്നാനത്തിന് ശേഷം 2017 ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗൾഫിന്റെ പ്രദേശത്തേക്ക് വീണ്ടും കടന്നുപോയി. കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തുടങ്ങി. 5 നേരം നിസ്കരിക്കുവാൻ സ്തോത്രം കടന്നുപോയിക്കൊണ്ടിരുന്ന ഞാൻ നിസ്കാരം നിർത്തി. കാരണം യേശു വിടുവിക്കുന്ന ദൈവമാണെങ്കിൽ, യേശുവാണ് വിളി കേൾക്കുന്ന ദൈവമെങ്കിൽ, യേശുവാണ് മറുപടി തരുന്ന ദൈവമെങ്കിൽ, യേശുവിനെ വിളിക്കുന്നതല്ലയോ സത്യം, അതല്ലയോ നീതി. ആ നീതിയുടെ മുമ്പിൽ ഞാൻ എന്റെ തലകളെ വണക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശു ക്രിസ്തു മാത്രം ദൈവം. ആ ദൈവത്തെ വിളിക്കുവാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യമൊരുക്കി. അങ്ങനെ യേശുവിനെ മാത്രം വിളിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. യേശു നിങ്ങളെ വിടുവിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം യേശുവാണ്. നിങ്ങൾ യേശുവിനെ വിളിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര വലിയ പ്രശ്നമായാലും, സമാധാനമില്ലാത്ത അനുഭവമാണെങ്കിലും, സ്വസ്ഥതയില്ലാത്ത വിഷയങ്ങളാണെങ്കിലും, നിങ്ങളുടെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വെക്കുന്നേ. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വെക്കുന്ന വിഷയങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ വകുപ്പുണ്ടെന്നേ, പ്രത്യാശിക്കുവാൻ വകുപ്പുണ്ടെന്നേ. മറ്റ് പല വിഷയങ്ങളും ഇന്നും പലരും ഹല്ലേലൂയ ഈ ഭൂമുഖത്ത് മറുപടിയില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ വിഷയങ്ങളുമായി, വിഷയഭാരങ്ങളുമായി തളർന്ന് തകർന്ന് മരണം മാത്രം മുൻപിൽ കണ്ട്, കടഭാരവും പേറി ആത്മഹത്യ മാത്രം മുൻപിൽ കണ്ട് മുന്നോട്ട് പോകുന്ന സഹോദര സഹോദരി, നീ ബാങ്കിന്റെ ജപ്തി കാണുമ്പോൾ ഭയപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജാപാത്രമായി തീരുമെന്ന് സ്തോത്രം മനസ്സിലാകുമ്പോൾ ഒരു തുമ്പ് കയറിൽ ജീവൻ എടുക്കുവാൻ വേണ്ടി നീ പാലിൽ കയറിട്ടുകൊണ്ട് അവസാനത്തെ ശ്വാസം നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഹല്ലേലൂയ
പോയി കഴിയുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നീ ജീവൻ ഒടുക്കുകയല്ലേ? സ്തോത്രം. നീ രക്ഷപ്പെട്ടോ? നീ മനുഷ്യരുടെ മുമ്പിൽ നിന്നാ രക്ഷപ്പെടുന്നത്. ഇതിലും വലിയ ഒരു ശിക്ഷയിലേക്കാ ചെന്നെത്തുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞായിരുന്നെങ്കിൽ നീ ഒരിക്കലും നീ ആ മരണത്തിന് മുതിരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണഭൂവിലേക്ക് ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതിമാർ ഏദനിൽ പാപം ചെയ്ത് ദൈവത്തോട് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഈ ഭൂമികത്ത് ഒരു മനുഷ്യനും കഴിയത്തില്ല. ഒരു മനുഷ്യനും കഴിയത്തില്ലെന്ന്. ഒരു മന്ത്രത്തിനും തന്ത്രത്തിനും നേർച്ചകൾക്കും കാഴ്ചകൾക്കും മെഴുകുതിരി വെട്ടങ്ങൾക്കും ഒരു പണികൾക്കും കഴിയത്തില്ലെന്ന് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ദൈവമായവൻ മനുഷ്യനായി, ദാസനായി, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ദൈവത്തെ ഒഴിച്ചു കളഞ്ഞ് ഈ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നതിന്റെ പിൻപിലെ കാര്യം, ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യനും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ഏത് ചെറിയ പാപിയും ഏത് വലിയ പാപിയും യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സ്നാനപ്പെട്ട് കടന്നുപോയ ഞാൻ യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ വളരെ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ എന്നെ വീണ്ടും മുനെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, പല സ്ഥലങ്ങളിൽ എന്നെ സ്ഥലം മാറ്റി, അങ്ങനെ മുനെ എന്ന് പറയുന്ന ഒമാന്റെ ബോർഡറിലേക്ക് സ്ഥലം മാറ്റി. അവിടെ നിന്ന് 120 കിലോമീറ്റർ റോളെ പോയെങ്കിൽ മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ പോകുവാൻ കഴിയാമായിരുന്നുള്ളൂ. പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആയപ്പോൾ എന്റെ ജീവിതത്തിൽ വല്ലാത്ത വേദനകൾ അനുഭവിക്കുവാൻ തുടങ്ങി. കാരണം ഇന്നലെ വരെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കടന്നുപോയ ഞാൻ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം, എന്തെന്നില്ലാത്ത സ്വസ്ഥത ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഇടയായി. ആ സമാധാനം നഷ്ടപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ആ സ്വസ്ഥതയെ ഇല്ലായ്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം കൂടി, എനിക്ക് പ്രാർത്ഥിക്കണം. മറ്റെല്ലാത്തിനേക്കാട്ടിലും ഉപരിയായി എന്റെ മുൻപിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണമെന്ന ആഗ്രഹം എന്റെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, ആ വാഞ്ച എന്റെ ഹൃദയത്തിൽ വല്ലാതെ എന്നെ പിടിച്ചു കുലുക്കുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്ത് ചെയ്യണം കർത്താവേ, എങ്ങനെ മുന്നോട്ട് പോകണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ എന്റെ മുമ്പിൽ ഒരു മാർഗം, ക്യാൻസൽ ചെയ്യണം. വേറൊരു മാർഗമില്ല. സുവിശേഷം പറഞ്ഞത് നിമിത്തം പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ജീവിതത്തിൽ വർദ്ധിച്ചു വന്നു. പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യം. ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവത്തെ വിളിക്കാൻ. സ്തോത്രം. അത് ജോലിയിലുള്ള പ്രൊമോഷൻ ആയിരുന്നില്ല. ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോകണം. സ്തോത്രം. മുമ്പിൽ ഒരു വഴിയുമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴി. സ്തോത്രം. ആ വഴി തിരിച്ചറിഞ്ഞവൻ ഹല്ലേലൂയ ഒരിക്കലും ആ വഴി വിട്ടു മാറത്തില്ല. ഞാനും എന്റെ വൈഫ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് സാലറി കൂട്ടി. എനിക്ക് മാത്രം സാലറി കൂട്ടിയില്ല, കാരണം 4-5 വർഷമായിട്ട് സാലറി കൂട്ടാതെ എന്നെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മട്ടം കറക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സത്യദൈവത്തെ വിളിച്ചു പറയുന്നവർക്കൊക്കെ ഇതന്നെ ഉള്ളൂ, കറങ്ങലായിരിക്കും. സ്തോത്രം. സത്യദൈവത്തെ ഉയർത്തുവാൻ തുടങ്ങിയാൽ പിന്നെ സ്തോത്രം വഴിയേ പോകുന്ന കറക്കലും നമ്മുടെ വീട്ടിലോട്ട് വരും. സ്തോത്രം. പിന്നെ കിടന്ന് കറങ്ങുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുവരെ ഇല്ലാത്ത പ്രതിസന്ധി ചിലപ്പോ ജീവിതത്തിൽ കടന്നു വരും. എന്നാലും ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ കൃപ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും അതിജീവിപ്പാൻ കഴിയും. പൗലോസിനോടുകൂടെ കർത്താവ് പറഞ്ഞതുപോലെ, നീ ശൂലമൊന്നും മാറ്റാൻ നോക്കണ്ട, എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയുണ്ടെങ്കിൽ, ആ സമാധാനമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുമ്പിൽ വരുന്ന വിഷയങ്ങളൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ ജോലിയിൽ സ്തോത്രം സാലറി കൂട്ടിയ സമയത്ത് ആ കാരണം വെച്ച് ഞാൻ റിസൈൻ കൊടുത്ത് നാട്ടിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. നാട്ടിൽ കടന്നു വന്ന് അനേകർക്ക് ട്രാക്ട് കൊടുക്കുവാൻ, അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരുടെ രക്ഷയുടെ അനുഭവത്തിലേക്കും സ്തോത്രം ഹല്ലേലൂയ സ്നാനം കഴിക്കുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. പിന്നീട് ഹാലിൽ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കി. ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഒരുപാട് വിഷയങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി കേട്ടോ. സ്തോത്രം. അപ്പനോട് പറഞ്ഞു,
സ്തോത്രം, മകനല്ലെന്ന് എഴുതി തരാതെ സ്തോത്രം ഇനിയും പള്ളിയിൽ വരണ്ട, മകനല്ലെന്ന് എഴുതി തരണം. സ്തോത്രം. അങ്ങനെ അപ്പൻ പറഞ്ഞു മകനല്ല എന്ന്. സ്തോത്രം. അപ്പൻ എഴുതി പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ അപ്പൻ മറന്നാലും അമ്മ മറന്നാലും മറക്കാത്തൊരപ്പൻ ഞങ്ങൾക്ക് സ്വർഗത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി, സ്തോത്രം, ഞങ്ങളുടെ വേദനയിൽ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ വേദനയിൽ ഹല്ലേലൂയ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്. ഏതൊക്കെ അപ്പന്മാർ ഭൂമിയിൽ അപ്പനല്ലെന്ന് പറഞ്ഞാലും, ഏതൊക്കെ അമ്മമാർ ഭൂമിയിൽ അമ്മയല്ലെന്ന് പറഞ്ഞാലും, ഏതൊക്കെ സഹോദരങ്ങളല്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പും നിശ്ചയവും ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഞങ്ങളുടെ ദൈവം അത് ഞങ്ങളുടെ കർത്താവ് മാത്രമാ. ഹല്ലേലൂയ. ആ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം. അങ്ങനെ നാട്ടിൽ കടന്നു വന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചു. പലരും പല അപവാദങ്ങളും പല നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഞങ്ങളുടെ നേരെ ഉയർത്തിയെങ്കിലും ഉയർത്തിയവരൊക്കെ പട്ടുപോയതല്ലാതെ ഞങ്ങൾ പട്ടുപോകുവാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അനുവദിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുമെന്ന് അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന്. ഈ ഭൂമിയിലെ നേതാക്കന്മാരോ രാജാക്കന്മാരോ അല്ല, മറിച്ച് കർത്താവ് പറഞ്ഞു അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ച് 3 വർഷം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ലൈബ്രറിയിൽ പോയിരുന്ന് പുസ്തകം വായിക്കുന്ന സമയത്ത് ഗ്രഹാം സ്റ്റീൻ എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ പുസ്തകം വായിക്കുവാൻ ഇടയായി തീർന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ വായിച്ചു, സ്തോത്രം, അനേക നാളുകൾ ഓസ്ട്രേലിയൻ മണ്ണിൽ സാമ്പത്തികമായ നല്ല അനുഭവത്തിൽ കൂടെ കടന്നുപോയ വ്യക്തി തന്റെ കുഞ്ഞുങ്ങളും തന്റെ ഭാര്യയുമായി താൻ ഒറീസയുടെ മണ്ണിൽ കന്തമാൻ എന്ന ദേശത്ത് കടന്നു വന്ന് കുഷ്ഠരോഗികളുടെ നടുവിൽ ഈ ഇന്ത്യയുടെ, സ്തോത്രം, മത ഹല്ലേലൂയ നേതാക്കന്മാർ, സ്തോത്രം, ഹല്ലേലൂയ മതത്തിന്റെ അരാജകത്വം ഈ ഭൂമിയിൽ, സ്തോത്രം, അഴിഞ്ഞാടുമ്പോൾ ഗ്രഹാം സ്റ്റീനെയും കുഷ്ഠരോഗികളെ ചികിത്സിച്ച് തന്റെ സ്വന്തം ജീപ്പിൽ ഉറങ്ങിക്കിടന്ന തന്റെ 2 കുഞ്ഞുങ്ങളെയും 8ഉം 11ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളും തന്റെ പിതാവിനോടുകൂടെ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് വാഹനത്തിൽ ക്ഷീണിച്ചുറങ്ങുമ്പോൾ അവരെ, സ്തോത്രം, കച്ചിവെച്ച് പെട്രോൾ ഒഴിച്ച് കുന്തം കൊണ്ട് കുത്തി തീ വെച്ച് കൊന്നുകളയുമ്പോൾ ഈ ഭൂമുഖത്ത് ഒരു നേതാക്കന്മാർ അവർക്കെതിരെ ശബ്ദമുയർത്തിയില്ല കേട്ടോ. അവരെ കൊന്നവർക്കെതിരെ കേസും കൊടുക്കുവാൻ അവരുടെ ഭാര്യയും പോയില്ല. കാരണം എന്താ? ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഈ ലോകത്തിലെ മതങ്ങളൊക്കെ മതങ്ങളാണെന്നും യേശു ക്രിസ്തുവിന്റെ മാർഗം അത് സത്യമാർഗമെന്നും ലോകത്തിൽ പല വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ, സ്തോത്രം, വിളിച്ചു കാണിക്കുമ്പോഴും വരച്ചു കാണിക്കുമ്പോഴും സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം ജീവനെയും മറ്റുള്ളവർക്ക് വേണ്ടി, സ്തോത്രം, ഹല്ലേലൂയ സമർപ്പിച്ച് അനേകം മിഷണറിമാർ സ്വയം ജീവനെ ത്യജിച്ചു കളയുമ്പോഴും ക്രിസ്തുവിന്റെ മാർഗവും ക്രിസ്തുവിന്റെ സ്നേഹവുമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നേതാക്കന്മാർ, മതഭ്രാന്തന്മാർ, മതത്തിന്റെ പേരിൽ പലതും ചെയ്തു കൂട്ടുന്നവർ, നാളെ നീയും നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിന് മുൻപേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക്, ആ സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക് വരുവാൻ യേശു നിന്നെയും ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളെയും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത് വായിച്ചപ്പോൾ എന്റെ ഹൃദയം പിടയുവാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഒറീസയിലേക്ക് കടന്നു പോകണം, അവിടെ ഒന്ന് കാണണം, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. വല്ലാത്ത ആഗ്രഹം. യേശുവിനെ വിളിച്ചു പറയുമ്പോൾ, മറ്റു പലരും വിളിച്ചു പറയുമ്പോൾ യേശുവിനെ വിളിച്ചു പറയണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിലുമുണ്ട്. ആര് വിളിച്ചു പറയിക്കുവാൻ കൂടെ കൊണ്ടുപോകാൻ? കാരണം ഞങ്ങൾ എന്തൊക്കെ വിളിച്ചു പറയണം ആർക്കും അറിയത്തില്ലല്ലോ. ഒരാൾ പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നാൽ ഇനി എന്തുവാ വിളിച്ചു പറയുവാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരു സ്കൂളിൽ, സ്തോത്രം, 2 വർഷം താമസിക്കുവാനിടയായി. അവിടെ താമസിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ബോക്സ് ഒരു സഹോദരൻ മേടിച്ചു തരുവാൻ ഇടയായി. അങ്ങനെ ആ ബോക്സിൽ അതിന്റെ 2 ഏക്കർ സ്ഥലത്തിന് ചുറ്റും കൊണ്ടുപോയി യേശു ജീവിക്കുന്ന ദൈവമാ, യേശു മദ്യപാനത്തിൽ തന്നെ വിടുവിച്ചു, യേശു നിങ്ങളെയും വിടുവിക്കും, ഒന്നും പറയാൻ അറിയത്തില്ല. അങ്ങനെ വിളിച്ചു പറയുവാൻ തുടങ്ങി. അങ്ങനെ വൈഫിന്റെ സാക്ഷ്യം പറയും, ട്രാക്ട് നോക്കി വായിക്കും, ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ ഞങ്ങൾ ട്രാക്റ്റുമായി റോഡിലേക്ക് ഇറങ്ങി.
റോഡിലിറങ്ങി വൈഫ് ട്രാക്ടർ നോക്കി റോഡിന്റെ സൈഡിൽ നിന്ന് കാറിന് മറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിക്കും. ആരെങ്കിലും വരുമ്പോ ഞാൻ പറയും ട്രാക്ടർ കാത്ത് പിടിച്ചോ, കാരണം ട്രാക്ടർ നോക്കി വായിക്കുവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. ഞങ്ങൾക്കല്ല ഉള്ളൂ ഞങ്ങളുടെ ഉള്ളിലെ വേദന. അറിയത്തില്ലെങ്കിൽ യേശുവിനെ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ഒരു വാക്ക് വിളിച്ചു പറഞ്ഞ് യേശു ദൈവമാണെന്ന് സ്തോത്രം ജനം തിരിച്ചറിയണം എന്നുള്ള വേദന. ആ വേദനയും പേറി ഞങ്ങൾ പരസ്യങ്ങൾ നടത്തുകയാണ്. അങ്ങനെ 4 കുഞ്ഞുങ്ങളും ഒരു അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടു. കത്തോലിക്ക സമുദായത്തിൽ നിന്ന് അവർ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. അങ്ങനെ ഒറീസയുടെ മണ്ണിലേക്ക് പോകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്തോത്രം ഞങ്ങൾ പരസ്യവും നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരൻ വന്ന് വൈഫിനോട് എന്തോ പറഞ്ഞു. ഞാൻ പരസ്യത്തിൽ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്തോത്രം ഹിന്ദിക്കാരൻ എന്തോ പറഞ്ഞു. വൈഫ് പറഞ്ഞ് നമ്പറിങ് ഇതാ, ഞങ്ങൾ വൈകിട്ട് വിളിക്കാം, കാരണം ഹിന്ദി പറയാൻ അറിയത്തില്ല. അങ്ങനെ നമ്പറും മേടിച്ചുകൊണ്ട് വന്ന് എന്റെ കയ്യിൽ തന്നു. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ഒറീസയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു ദിവസം പനിയാൽ ഭാരപ്പെട്ട് ഞങ്ങളെ വിളിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പനിയാൽ ഭാരപ്പെട്ട് വിളിച്ചിട്ട് ഞങ്ങൾ 2 ദിവസമായി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, എനിക്കൊരു കുറവില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദിയിൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ദൈവം പൂർണ്ണമായ ഒരു സൗഖ്യം ആ മകന് കൊടുക്കുവാനിടയായി. അങ്ങനെ അവനൊരു വിശ്വാസം വന്നു. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം അവൻ ഒറീസയിലേക്ക് കടന്നു പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് ശരീരത്തിന് വല്ലാത്ത ക്ഷീണമുണ്ട്, സ്തോത്രം സീറ്റ് കിട്ടിയില്ല, സീറ്റ് കൺഫേം ആകുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ വീണ്ടും കർത്താവേ അവന്റെ സീറ്റ് കൺഫേം ആകണം, വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുന്നു, അവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വെച്ചു. അത് സ്തോത്രം അന്ന് TTR വന്ന് അവർ 2 പേർ പോയി. എന്നാൽ TTR അവനെ കണ്ട് അവന് മാത്രം സീറ്റ് കൺഫേം ആയി. അങ്ങനെ അവന്റെ വിശ്വാസം വീണ്ടും വർദ്ധിച്ചു. അങ്ങനെ ഒറീസയുടെ മണ്ണിൽ അവൻ കടന്നുപോയി. വീണ്ടും ഞങ്ങളെ വിളിക്കും, കാരണം ആദിവാസികളാ. അവരുടെ സ്തോത്രം ഇടയിൽ അവിടെ പിന്നാണെങ്കിൽ റേഞ്ച് കുറവായതുകൊണ്ട് 3 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങി വന്ന് വേണം ഞങ്ങളോട് സംസാരിക്കുവാൻ. അങ്ങനെ 1-2 ദിവസം കൂടുമ്പോൾ അവൻ ഞങ്ങളെ വിളിക്കും. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് കുഞ്ഞുങ്ങളുടെ സമയത്ത് അങ്ങനെ ഞങ്ങൾ എന്നാ ഒറീസയിലോട്ട് വരട്ടെ, അവിടെ സുവിശേഷം പറയുവാൻ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വാ, സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പറഞ്ഞു അവനോട് അവന്റെ അഡ്രസ് എല്ലാം മേടിച്ച് അറിയത്തില്ല, താമസിക്കാൻ അറിയത്തില്ല. അങ്ങനെ ആധാർ കാർഡും പാൻ കാർഡും മേടിച്ചു. അങ്ങനെ ഞങ്ങള് 4 ലേക്ക് പോകുവാൻ ദൈവം അവസരമൊരുക്കി. സ്തോത്രം ഇന്ത്യയിൽ പല പുരോഗമനം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും മാറുമറയ്ക്കാൻ തുണിയില്ലാത്തവർ, സ്തോത്രം പെൺകുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ്സിൽ പോലും പഠിക്കാതെ, സ്തോത്രം വിദ്യാഭ്യാസമില്ലാതെ, വിദ്യയില്ലാതെ, ഇങ്ങനെ സ്തോത്രം വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാതെ, കാരണം പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിച്ചയക്കും, അവർക്ക് മാതാപിതാക്കൾക്ക് ഗുണമില്ല, അതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കുവാൻ നിവൃത്തിയുമില്ല. അവിടെ സ്തോത്രം അവരെ പഠിപ്പിക്കുവാൻ ഇന്നുവരെയും ഒരു നേതാക്കന്മാരും അവിടെ കടന്നു ചെന്നിട്ടുമില്ല. അവർക്കൊന്നും വിദ്യാഭ്യാസവുമില്ല. കാരണം വിദ്യാഭ്യാസമില്ലാതെ പോയെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ പലതും നേടുവാനും പല നേട്ടങ്ങളും കൈവരിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവർ ഇന്നും വിദ്യാഭ്യാസമില്ലാതെ, ആ മേഖലയിൽ കറണ്ട് ഇല്ലാതെ, സ്തോത്രം ഒരു സോളാർ പാനലിന്റെ വെട്ടത്തിൽ മാത്രം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇന്ത്യ ഭയങ്കര നേട്ടത്തിലും കൊയ്ത്തിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു കൂട്ടം ജനം വിദ്യാഭ്യാസമില്ലാതെ അരാജകത്തിൽ കൂടെ ഒരു മൂലയ്ക്ക് കടന്നു പോകുന്നത് ആരും കാണുന്നില്ല. കാരണം അവരെ ആരും കാണിക്കുന്നില്ലല്ലോ. സ്തോത്രം അങ്ങനെ ഒരു കൂട്ടം ഇന്നും ഇന്ത്യയുടെ പല സ്ഥാനങ്ങളിലും ഉണ്ടെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം കേട്ടോ. അങ്ങനെ ഒറീസയുടെ മണ്ണിൽ പോയി അവർ തുണിയില്ലാതെ, മാറുമറയ്ക്കുവാൻ വസ്ത്രമില്ലാതെ ഞങ്ങളുടെ മുൻപിൽ കടന്നു വന്നപ്പോൾ, സ്തോത്രം ഒരു നനഞ്ഞ തോർത്തുമായി അവരുടെ മാറ് മറച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ വന്നപ്പോൾ, 14 വയസ്സായ പെൺകുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം പിടയ്ക്കുവാൻ തുടങ്ങി. കാരണം കേരളത്തിൽ അങ്ങനെയുള്ള ആരും ഉള്ളതായിട്ട് അറിയത്തില്ല. ഇവിടെ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് ഏതുടുക്കണം, സ്തോത്രം ഏത് ധരിക്കണമെന്നറിയാം, ഏത് ചേരുന്നത് ഏതെന്ന് നോക്കി സെലക്ട് ചെയ്ത് മാറി മാറി ഡ്രസ്സുകൾ സ്തോത്രം വലിച്ചെറിഞ്ഞ് സ്തോത്രം പലതും മാറി മാറി ഉടുക്കുമ്പോൾ മാറുമറയ്ക്കുവാൻ കഴിയാതെ അപ്പുറത്തെ ഒരു കൂട്ടം പട്ടിണി പാവങ്ങൾ ഇന്ത്യയുടെ ഒരു മൂലയ്ക്ക് വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവിടേക്ക് കടന്നു പോകുന്ന മിഷണറിമാരെ ഇല്ലായ്മ ചെയ്ത്
അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അവരുടെ ഇടയിൽ വർഷങ്ങൾ താമസിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി അവരുടെ വിദ്യ പഠിച്ച് അവർ ലിപി ഉണ്ടാക്കി അവരെ വിദ്യാഭ്യസിക്കുവാൻ വേണ്ടി മിഷണറിമാർ കരഞ്ഞും പ്രാർത്ഥിച്ചും മുൻപോട്ട് പോകുമ്പോൾ മതത്തിന്റെയും സംഘടനയുടെയും പേരിൽ അവരെ ഇല്ലായ്മ ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഇതിന്റെ മുൻപിൽ മുതലെടുക്കുന്ന ഹല്ലേലൂയ പലരും നമുക്ക് ചുറ്റുമുണ്ട്. യേശു ജീവിക്കുന്നു കേട്ടോ. യേശുവിന്റെ മാർഗം ജീവിക്കുന്ന മാർഗമാണ്. അതിനെ ആരൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയാലും, ആരൊക്കെ തുടച്ചു നീക്കുവാൻ നോക്കിയാലും, 2024 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഈ ആരംഭം ഇന്നും ഇത് ഭൂമിയുടെ അറ്റത്തോളം പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇതിൽ നിന്ന് ആരെയും തുടച്ചു മാറ്റുവാൻ കഴിയത്തില്ല. പഞ്ചാബിന്റെ മണ്ണിൽ വലിയ ഉണർവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ വലിയ ഉണർവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയോ അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മയായി പോയതല്ലാതെ, അവരൊക്കെ ഈ പുസ്തകത്തെ നിന്നും ഉയർത്തിയതല്ലാതെ ഈ മാർഗത്തെ തുടച്ചു മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ഇന്ന് എത്രയൊക്കെ വലിയ ഭീതി മുഴക്കിയാലും സ്ഥാനത്തിന്റെയും മാനത്തിന്റെയും പദവിയുടെയും പവർ കൊണ്ട് ഇതിനെ തുടച്ചു നീക്കുവാൻ നോക്കിയാലും, ഒരു സമയത്ത് തുടച്ചു നീക്കുവാൻ നോക്കുന്ന നിങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോകുകയല്ലാതെ ഈ മാർഗം മാറ്റുവാൻ, ഈ മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം ഇതിന്റെ പണി തുടങ്ങിയത് ഇവിടുത്തെ മന്ത്രിയോ തന്ത്രിയോ അല്ല. ഇതിന് പണി തുടങ്ങിയത് ദൈവമാണ്. ഈ ദൈവം എന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആ ദൈവത്തെ മാറ്റുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. വചനം പറയുന്നു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റവുമില്ല. ഒരു മാറ്റവുമില്ല കേട്ടോ. ഇതിനെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. സമയം മുൻപോട്ട് പോകുന്നല്ലോ. ദൈവം സഹായിക്കട്ടെ. പല പ്രാവശ്യം അവിടെ പോകുവാനും സ്തോത്രം പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. ഇന്ന് പരസ്യയോഗങ്ങളും പൊതു ശുശ്രൂഷകളും ഒക്കെയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുക. എന്തിനു വേണ്ടിയാണ് അറിയണ്ടേ? നിത്യതയിൽ ചെല്ലണം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാ നമ്മുടെ ലക്ഷ്യം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് അവരെ നോക്കി പോകുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് മറുവിലയായി സ്വന്തം ജീവനെ നൽകിയത് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്യുന്നത് കണ്ട്, ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് പറയുന്നത് കണ്ട്, തെറ്റിപ്പോകുന്നത് കണ്ട് അവരെ നോക്കി പോകുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മൾക്ക് ലക്ഷ്യം നിത്യതയാ. കർത്താവ് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ മാത്രം നോക്കണം. കാരണം എന്താ? ഒരു കുറ്റവുമില്ലാത്തത് യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുവാൻ സ്തോത്രം നമ്മളെ ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ പാപത്തിന്റെ പരിഹാരം. യേശുക്രിസ്തു മാത്രമാ പാപ പരിഹാരത്തിന് യാഗമായി സ്വന്തം ജീവനെ നൽകിയത്. സ്തോത്രം. ആ യേശുക്രിസ്തുവിന് മാത്രമേ എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം രക്ഷിക്കണമെങ്കിൽ രക്ഷപ്പെട്ട ഒരാൾക്ക് മാത്രമേ എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യർക്കോ, പാപത്തിന്റെ പരിഹാരം ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന, ആചാരങ്ങൾ ചെയ്യുന്ന, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന, അതിന്റെ പേരിൽ സ്തോത്രം മുതലെടുത്ത് സ്വന്തം സ്തോത്രം സാമഗ്രികളെ കെട്ടിപ്പടുക്കി സ്തോത്രം സ്വന്തം ജീവിത നിലവാരത്തെ പടുത്തുയർത്തുന്ന മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മേലാളന്മാർക്കോ നേതാക്കന്മാർക്കോ എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ സ്തോത്രം പൈസയോ എന്റെയും നിങ്ങളുടെയും സാമ്പത്തിക നന്മകളോ നേർച്ചകളോ കാഴ്ചകളോ കർമ്മങ്ങളോ മാർഗങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം അതിനൊന്നും മനുഷ്യരെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അതൊക്കെ പഴഞ്ചൻ മാർഗങ്ങൾ മാത്രമാണ്. അതിലൊന്നും എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം, അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ അങ്ങ് അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവറിയിൽ ഒഴുക്കി തന്നത്. ആ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പാപത്തെ ഞാൻ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെള്ളയാക്കി തീർക്കും. രക്താംബരം പോലെ ചുമന്നിരുന്നാലും അതിനെ പഞ്ഞി പോലെ വെള്ളയാക്കി തീർക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങൾ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച്, നിങ്ങൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ക്രിസ്തു യേശുവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുവാൻ കർത്താവ് ഇടയാക്കും.
ആ കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിക്കുവാൻ, സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസിയോട്, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ആ കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആ സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ, ആമേൻ. ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഈ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രയാസങ്ങളിലൂടെ, വേദനയിലൂടെ, പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ആര് വിടുവിക്കും? എങ്ങനെ വിടുവിക്കും? എവിടെ ഞങ്ങൾക്കൊരു രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്ന് വഴികൾ കണ്ടെത്തുവാൻ കഴിയാതെ പല യാത്രകൾ, മോക്ഷയാത്രകൾ നടത്തി സാമ്പത്തിക നന്മകൾ ചെലവിട്ട് ഒരിടത്തും രക്ഷ അനുഭവിപ്പാൻ, സമാധാനം അനുഭവിപ്പാൻ, സ്വസ്ഥത അനുഭവിപ്പാൻ കഴിയാതെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിലും ആശ്രയിച്ച് കർത്താവെ പടുകുഴിയിലേക്ക്, നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം സഹോദരങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട് കർത്താവെ. ഞങ്ങളെ കേൾക്കുന്ന സകലരെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി, അനേകർക്ക് ഇതൊരു ആശ്വാസമായി, സമാധാനമായി, സ്വസ്ഥതയായി, സന്തോഷമായി, നിത്യതയുടെ അനുഭവത്തിലേക്ക് ഒരു കൂട്ടം വ്യക്തികളെ പിടിച്ചുയർത്തുവാൻ, അവരുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയുടെ പിൻപിൽ കർത്താവെ അധ്വാനിക്കുന്ന പ്രിയ കർത്തൃദാസിയെ കുടുംബത്തെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ ഇങ്ങനെ ഒരു മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അനേകരെ പരിചയപ്പെടുത്തുന്ന തന്റെ ദാസിയെ കുടുംബമായി ദൈവം സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ സകലരെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യവും അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരണമേ കർത്താവേ. അവിടുത്തെ തിരുസന്നിധിയിൽ അടിയനെയും കുടുംബമായി താഴ്ത്തുന്നു. മഹത്വമെല്ലാം ഞങ്ങളുടെ കർത്താവിന് മാത്രം ഇരിക്കണമേ. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.